അതൊരു ശില്പശാല എന്ന രൂപത്തിലാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ അവതരിപ്പിക്കുന്ന ഉള്ളടക്കത്തെ 5 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ ഭാഗവും വളരെ കുറഞ്ഞ സമയം കൊണ്ട് അവതരിപ്പിക്കും. ആദ്യ ഭാഗത്ത് ഞാൻ ലൈബ്രറികളുടെ ഒരു പൊതു ചരിത്രം, എത്രയധികം ഗ്രന്ഥശാല പ്രവർത്തകർ കൂടിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ചർച്ചയ്ക്ക് സഹായകമാകാൻ വേണ്ടി ഒരു പൊതുവായ ഒരു ചിത്രം കുറഞ്ഞ വാക്കുകളിൽ നിങ്ങളോട് പറയും. രണ്ടാം ഭാഗത്ത് ജൻസി കാലഘട്ടത്തിലെ ലൈബ്രറികൾ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് എന്താണ് ജൻസി എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഒരു ചെറിയൊരു വിശദീകരണം നടത്തും. മൂന്നാമത്തെ ഭാഗത്ത് പബ്ലിക് ലൈബ്രറി എന്ന് പറയുന്ന ആശയം, അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉദ്ഘാടകൻ വളരെ വിശദമായ ഒരു അവതരണം നടത്തിയതുകൊണ്ട് ഞാൻ അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അവതരണത്തിൽ വന്നിട്ടുള്ളതുകൊണ്ട് ഞാനത് പറയാൻ നിൽക്കുന്നില്ല, കുറച്ച് സൂചിപ്പിക്കുക മാത്രം ചെയ്യും. നാലാമത്തെ ഭാഗത്ത് ഒരു ജൻസി തലമുറ ലൈബ്രറിയിലേക്ക് വരുമ്പോൾ അവരെന്താണ് പ്രതീക്ഷിക്കുക, അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയും. അഞ്ചാമത്തെ ഭാഗത്ത് ഈ ജൻസിക്ക് മുൻപുള്ള 2 തലമുറകളുണ്ടല്ലോ, ജൻസി എക്സ്, ജൻസി വൈ എന്നൊക്കെ അറിയപ്പെടുന്ന ആളുകൾ, അവര് എന്തിനു വേണ്ടിയാണ് ലൈബ്രറിയിൽ പോയത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ആറാമത്തെ ഭാഗത്ത് കുറച്ച് നിർദ്ദേശങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് വർത്തമാനകാല പബ്ലിക് ലൈബ്രറികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായും ഉത്തരവുള്ള ഒരു വ്യക്തിയൊന്നല്ല, എങ്കിലും അക്കാര്യങ്ങൾ ഞാൻ കുറച്ച് നിർദ്ദേശങ്ങളായിട്ട് സൂചിപ്പിക്കും. ആദ്യ ഭാഗം ഇവിടെ നേരത്തെ ഉദ്ഘാടകനും സൂചിപ്പിക്കേണ്ടത്, മനുഷ്യൻ വികസിപ്പിച്ചെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹിക സ്ഥാപനമാണ് ലൈബ്രറി. വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക സ്ഥാപനമാണ്. അത്തരത്തിലൊരു സാമൂഹിക സ്ഥാപനം വികസിപ്പിച്ചെടുക്കേണ്ടതിന്റെ ആവശ്യകത എന്തായിരുന്നു? അതിന്റെ ആവശ്യകത ജനിതക ബാഹ്യമായി, അതാണ് നിങ്ങൾ അറിയേണ്ടത്, ജനിതക ബാഹ്യമായി മനുഷ്യൻ അറിവ് ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളതാണ്. ജനിതക ബാഹ്യമായി അത് മനസ്സിലാക്കുന്ന ഉദാഹരണം ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താം. ഇപ്പോൾ മൊണാർക്ക് ചിത്രശലഭങ്ങളുടെ ദേശാടനം ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണ്. വടക്കേ അമേരിക്കയിലാണ് ഈ മൊണാർക്ക് ചിത്രശലഭങ്ങൾ. അതിന്റെ ആ പ്രത്യേക സമയത്ത് വടക്കേ അമേരിക്കയുടെ വടക്കുഭാഗത്ത് നിന്ന് തെക്കോട്ടേക്കുള്ള അതിന്റെ ദേശാടനം തുടങ്ങും. ഏകദേശം 3000 മൈലാണ് ദേശാടനം നടത്തേണ്ടത്. 3000 മൈൽ. അതങ്ങനെ ദേശാടനം നടത്തുന്ന വഴിക്ക് അത് വിശ്രമിക്കുന്നുണ്ട്, അതിന്റെ അടുത്ത തലമുറയ്ക്ക് ജന്മം കൊടുക്കുന്നുണ്ട്. യാത്ര പുറപ്പെട്ട മൊണാർക്ക് ബട്ടർഫ്ലൈകൾ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങുന്നുണ്ട്. അതിന്റെ കുഞ്ഞുങ്ങളാണ് യാത്ര തുടങ്ങുന്നത്. അതിന്റെ അത്ഭുതം, വടക്കേ അമേരിക്കയുടെ വടക്കുഭാഗത്ത് നിന്ന് പുറപ്പെട്ട മൊണാർക്ക് കൂട്ടത്തിന്റെ 4ാമത്തെയോ 5ാമത്തെയോ തലമുറയാണ് അവിടെ എത്തിച്ചേരുന്നത് എന്നാണ് അതിന്റെ പ്രത്യേകത. 4ാമത്തെയോ 5ാമത്തെയോ തലമുറ. അത് നീണ്ട കാലമാണ്, 5-6 മാസം എടുക്കും ഈ ഒരു പ്രയാണത്തിന്. അവിടെ നിങ്ങൾ ചിന്തിക്കുക, അവിടെ അറിവിന്റെ വലിയൊരു കൈമാറ്റം നടക്കുന്നുണ്ട്. എത്രയോ നൂറ്റാണ്ടുകളായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. എവിടെ നിന്നാണ് നിങ്ങൾ യാത്ര പുറപ്പെടേണ്ടത്, എവിടെയാണ് നിങ്ങൾ വിശ്രമിക്കേണ്ടത്, അവിടെ നിങ്ങൾ എത്ര കാലം വിശ്രമിക്കണം, അവിടെ നിന്ന് നിങ്ങൾ വീണ്ടും യാത്ര ഏത് ദിശയിൽ തുടരണം, എപ്പോൾ നിങ്ങൾ തിരിച്ചു വരണം. അപ്പൊ ഞാൻ സൂചിപ്പിച്ചല്ലോ, തുടങ്ങുന്ന തലമുറയല്ലല്ലോ അവിടെ എത്തുന്നത്. തുടങ്ങുന്ന തലമുറയുടെ 4ാമത്തെയോ 5ാമത്തെയോ തലമുറയാണ് അവിടെ എത്തുന്നത്. പക്ഷെ അതും അറിവിന്റെ വലിയ ഒരു കൈമാറ്റത്തിലൂടെയാണ് നടക്കുന്നത്. പ്രകൃതിയിൽ ഇത്തരം ധാരാളം അത്ഭുതങ്ങളുണ്ട് കേട്ടോ. അവിടെ എന്താ, അവിടെ ആ അറിവ് കൈമാറിയത് പൂർണ്ണമായും ജനിതകപരമായിട്ടാണ്. അല്ലാതെ ഒരു മൊണാർക്ക് അമ്മ അതിന്റെ കുട്ടിയോട് പറയുന്നില്ല നീ ഇന്ന വഴി സഞ്ചരിക്കണം എന്നൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. അത് ജനിതകപരമായി അറിവുകൾ കൈമാറി എന്നുള്ളതാണ്. പക്ഷെ മനുഷ്യന്റെ വ്യത്യാസം എന്താ? മനുഷ്യൻ ജനിതക ബാഹ്യമായി വളരെയധികം അറിവുകൾ ഉൽപ്പാദിപ്പിച്ചു. ഈ പ്രകൃതിയുടെ മേലെ ഇത്രമേൽ വിജയം കൈവരിക്കാൻ മനുഷ്യന് കഴിഞ്ഞത് അവൻ ജനിതക ബാഹ്യമായി അറിവ് ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അവിടെ മറ്റൊരു കാര്യമുണ്ട്, ഈ അറിവ് ഉൽപ്പാദിപ്പിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല, ഒരു തലമുറക്ക് വിജയിക്കാൻ കഴിയില്ല. ആ അറിവിനെ അവന് കൈമാറ്റം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ആ അറിവിനെ അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റി. അതിനവൻ വ്യത്യസ്തമായ ധാരാളം മാർഗങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് എഴുത്ത് തന്നെയാണ്, ഒരു സംശയം വേണ്ട, എഴുത്ത്. അതുകൊണ്ടാണ് ഈജിപ്ത്യൻ മിത്തിൽ എഴുത്ത് കണ്ടുപിടിച്ച തോത്ത് ഞാൻ ഇങ്ങനൊരു സംവിധാനം കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് സിയൂസ് ദേവനോട് പറയുന്നുണ്ട്. ഞാനിതാ വലിയൊരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു. എഴുത്താണ്, അതുവരെ വാമൊഴി മാത്രമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാനിത് എഴുത്ത് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞപ്പോ സിയൂസ് കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്. ആ മിത്തിതാണ്, സിയൂസ് പറഞ്ഞു നീ കണ്ടുപിടിച്ചിരിക്കുന്നത് അമരത്വമാണ്. അതായത് നീ ഒരു മനുഷ്യനെ നീ അമരനാക്കിയിരിക്കുകയാണ് എഴുത്തിലൂടെ. വലിയൊരു ആശയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ
ഈ ജനിതകബാഹ്യമായ അറിവിനെ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് മനുഷ്യവംശത്തിന്റെ ഏറ്റവും വലിയ വിജയം. അതിന് സഹായിച്ച പല പല കണ്ടുപിടുത്തങ്ങൾ, എഴുത്തുണ്ട്, ബുക്കുകളുണ്ട്. ഇങ്ങനെ എഴുത്തും ബുക്കുകളൊക്കെ വർദ്ധിപ്പിച്ചപ്പോൾ ഇതിനെ ഒന്ന് സമാഹരിക്കേണ്ടേ, ഇതിനെ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തേണ്ടേ, അവിടെയാണ് ലൈബ്രറി എന്ന് പറയുന്ന സംവിധാനം ഉയർന്നു വരുന്നത്. നമ്മളിപ്പോൾ പൊതുവായിട്ട് ലൈബ്രറി എന്ന് പറയും, അത് 13-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടി മാത്രമാണ് ആദ്യമായിട്ട് ലൈബ്രറി എന്ന് പറയുന്ന വാക്ക് ലോകത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ലിബർ എന്നാൽ ലാറ്റിൻ ഭാഷയിൽ ബുക്ക് എന്നാണ് അർത്ഥം. അതിന് മറ്റൊരു അർത്ഥവും കൂടിയുണ്ട്, സ്വതന്ത്രൻ എന്ന് പറയുന്നൊരു അർത്ഥവും കൂടിയുണ്ട്. ഒരുപക്ഷെ ഈ വാക്ക് കോയിൻ ചെയ്ത ആൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ബുക്കിലൂടെ സ്വതന്ത്രനാക്കപ്പെടുക എന്നുള്ള ആശയമായിരിക്കാം. എന്നാൽ ലാറ്റിൻ ഭാഷയിൽ ലിബറിന് രണ്ട് അർത്ഥമാണുള്ളത്. ഒന്ന് ബുക്ക്, ഒന്ന് സ്വതന്ത്രനാക്കപ്പെട്ടവൻ എന്നുള്ള ഒരു അർത്ഥമാണ്. 13-ാം നൂറ്റാണ്ടിലാണ് ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. 1347 മറ്റോ ആണ് ആ വാക്ക് ആദ്യമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നത് തന്നെ. അപ്പൊ അന്നത്തെ ലൈബ്രറികൾ ഈ രൂപത്തിലുള്ളതല്ല കേട്ടോ. ഇപ്പോ 1840 ഇറാഖിലെ നിനേവ എന്ന പ്രദേശത്ത് ഒരു ഉദ്ഖനനം നടന്നു. അങ്ങനെ ഉദ്ഖനനം നടന്നപ്പോ അതിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ കണ്ട ഒരു കാര്യം, കുറെ കളിമൺ ഫലകങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്, ചുട്ട കളിമൺ ഫലകങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. അതിലൊക്കെ എന്തൊക്കെയോ ചിത്രങ്ങൾ കോരി വെച്ചിട്ടുണ്ട്. വലിയൊരു പഠനം അതിന്റെ മേലെ നടക്കി. 1840 ഇത് കണ്ടെത്തുന്നത്. 1850 ആവുമ്പോഴേക്കും ഇത്തരത്തിലുള്ള 10,000-കണക്കിന് കളിമൺ ഫലകങ്ങൾ തിരിച്ചറിയുകയാണ്. അന്ന് മനുഷ്യൻ അത്ഭുതത്തോടെ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇതൊരു വലിയ ലൈബ്രറി ആയിരുന്നു എന്നുള്ളതാണ്. എപ്പോഴത്തത്? BCE 7-ാം നൂറ്റാണ്ടിൽ, BCE കോമൺ ഇറക്കും 7 നൂറ്റാണ്ട് മുൻപ് അഷുർബനിപാൽ എന്ന രാജാവിന്റെ കൊട്ടാരൻ ലൈബ്രറി ആയിരുന്നു അത്. നിങ്ങൾ ആലോചിക്കണം, BCE 7-ാം നൂറ്റാണ്ടിൽ, അത്ര വർഷങ്ങൾക്ക് മുമ്പ് അന്ന് അഷുർബനിപാൽ എന്ന് പറയുന്ന രാജാവ് അദ്ദേഹത്തിന്റെ ഒരു ലൈബ്രറി ഉണ്ടാക്കി. അന്നത്തെ അറിവ്, രേഖപ്പെടുത്തിയ അറിവ് അവിടെ ശേഖരിച്ചു. അവിടെ അതെന്താ ബുക്കല്ല, ഇന്ന് കാണുന്ന ബുക്കല്ല. അവിടെ എന്താണ്? കളിമൺ, ചുട്ടെടുത്ത കളിമൺ ഫലകാണ്. എന്ന് വെച്ചാൽ ഒരു കളിമൺ ഫലകം ഒരു ബുക്കല്ല. ഒരു കളിമൺ ഫലകം എന്താണ്? ഒരു പേജാണ്. അതാണ് ഒരു പേജാണ്. വലിയ മനുഷ്യന്റെ വലിയൊരു പ്രവർത്തനം അതിന്റെ മേലെ നടന്നിട്ടാണ് അതിനെ ഡീകോഡ് ചെയ്യുന്നത്. അതിലൂടെയാണ് ഈ എപ്പിക് ഓഫ് ഗിൽഗാമേഷ് ആദ്യമായിട്ട് നമുക്ക് തിരിച്ചറിയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസം എന്ന് പറയുന്നത് രാമായണവും മഹാഭാരതവും അല്ല, അത് 1919-ാം നൂറ്റാണ്ടിലാണ് മനസ്സിലാക്കുന്നത്. എപ്പിക് ഓഫ് ഗിൽഗാമേഷ് ആണ്. അതായത് ഈ അഷുർബനിപാലിന്റെ കാലഘട്ടത്തിലെ ഇതിഹാസം അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചതാണ് ഗിൽഗാമേഷിന്റെ ചരിത്രം. അത് ഈ കളിമൺ ഫലകങ്ങൾ വായിച്ചാണ് മനുഷ്യൻ മനസ്സിലാക്കുന്നത്. എപ്പിക് ഓഫ് ഗിൽഗാമേഷ്. ഗിൽഗാമേഷ് എന്ന രാജാവ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് എൻകിഡു എന്നുള്ള സുഹൃത്തുണ്ടായിരുന്നു. എൻകിഡു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് എന്താണ്, ഞാൻ അമരനായി മാറണം. അതിന് അദ്ദേഹം സന്യാസിയോട് ചോദിക്കുകയാണ്. സന്യാസി 7 മലകളും 7 കാടുകളും കടന്നു നീ പോയി കഴിഞ്ഞാൽ, 7 സമുദ്രങ്ങളും കടന്നു നീ പോയി കഴിഞ്ഞാൽ നടുവൊരു ദ്വീപുണ്ട്, ദ്വീപിന് നടുവിലൊരു ചെടിയുണ്ട്, ചെടിയിലൊരു മുകളുണ്ട്, ആ മുകളം കഴിച്ചാൽ നിനക്ക് അമരത്വം കിട്ടുമെന്ന് ഗിൽഗാമേഷിനോട് പറയുകയാണ്. അങ്ങനെ ഗിൽഗാമേഷിന്റെ ആ സഞ്ചാരമാണ്, അതിസാഹസികമായ സഞ്ചാരമാണ് എപ്പിക് ഓഫ് ഗിൽഗാമേഷിൽ വിശദീകരിക്കുന്നത്. അദ്ദേഹം ആ നടുവിൽ ദ്വീപിലെത്തി, ആ മുകളം പറിച്ചെടുത്തു. പക്ഷെ അത് കഴിക്കുന്നതിന് മുൻപ് ഈ യാത്രാക്ഷീണം തീർക്കാൻ വേണ്ടി വലിയ അരുവിയുടെ അടുത്ത് വെച്ച് മുഖം കഴുകാൻ നോക്കുമ്പോൾ ഈ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന ആ മുകളം വെള്ളത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നതാണ് ആ ഒരു കഥ. ഞാൻ പറഞ്ഞു നാശിയതാണ് ആ ഒരു കഥ ഇന്ന് നമുക്ക് കിട്ടിയത്. അന്ന് പറഞ്ഞു കേട്ട കഥ എഴുതി വെച്ചു എന്നുള്ളത് കൊണ്ടും, അന്ന് അഷുർബനിപാൽ എന്ന രാജാവിന് ഒരു കൊട്ടാരൻ ലൈബ്രറി ഉണ്ടാക്കി. അന്നത്തെ ആ ലൈബ്രറിയിൽ ഈ പേജുകൾ, ഈ ബുക്ക്, കളിമൺ ഫലകങ്ങൾ ചേർന്ന ബുക്ക് അടുക്കി വെക്കാൻ തോന്നി എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ മനുഷ്യൻ അറിവ് ഉൽപ്പാദിപ്പിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ടത്. ആ അറിവ് തലമുറകളിലൂടെ കൈമാറാൻ അവൻ ഇങ്ങനെയുള്ള കുറെ മാർഗങ്ങൾ കണ്ടെത്തി. നമ്മളിപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ പേനയുണ്ട്. മനുഷ്യൻ ഏറ്റവും അധികം എഴുതാൻ ഉപയോഗിച്ചത് പേനയാണെന്ന് ഒരിക്കലുമല്ല. 13 നൂറ്റാണ്ടുകളോളം മനുഷ്യൻ എഴുതാൻ ഉപയോഗിച്ചിരുന്നത് തൂവലുകളാണ്. അതെന്റെ വ്യത്യാസം. തൂവലുകൾ പലതും മനുഷ്യൻ എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഉളി ഉപയോഗിച്ചിട്ടുണ്ട്, നമുക്ക് നാരായം ഉപയോഗിച്ച ചരിത്രമാണ് നമ്മുടേത്. പക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ എഴുതാൻ ഉപയോഗിച്ചത് ഈ പറയുന്ന പേനയോ ഉളിയോ നാരായോ ഒന്നുമല്ല, തൂവലുകളാണ്. അരയന്നത്തിന്റെയും വലിയ അരയന്നത്തിന്റെയും വാത്തയുടെയും തൂവലുകളൊക്കെ. അതിനൊക്കെ വലിയ ചരിത്രമുണ്ട്. കാരണം എന്ന് വെച്ചാൽ തൂവലുകൾക്ക് പ്രശ്നമുണ്ട്. മഷി മുക്കിയിട്ടാണല്ലോ എഴുതുക. അത് എഴുതാൻ പറ്റില്ല, മുന ഒടിഞ്ഞു പോകും, അല്ല മുനയുടെ മൂർച്ച പോകും. അപ്പൊ കുറച്ച് കണ്ടന്റ് എഴുതണമെങ്കിൽ തന്നെ 100-200 വാർത്തകളെ, അരയന്നങ്ങളെ വളർത്തണമായിരുന്നു. അന്നിപ്പോ അന്നത്തെ രാജാക്കന്മാരുടെ പ്രധാനപ്പെട്ട ഒരു വിനോദം ഈ അരയന്നങ്ങളെ വളർത്തലാണ്. എന്താ കാര്യം? അയാൾക്ക് എത്രത്തോളം എഴുതണോ അത്രത്തോളം അരയന്നങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വന്ന ഇതാണ്, ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ട്. അറിവുൽപാദിപ്പിച്ച മനുഷ്യൻ, ജനിതകബാഹ്യമായ അറിവുൽപാദിപ്പിച്ച മനുഷ്യൻ അതിന് അടുത്ത തലമുറകളിലേക്ക് കൈമാറാൻ നിരവധി മാർഗങ്ങൾ ആവിഷ്കരിച്ചു.
അന്ന് തൂവലുകൾ ഉണ്ടായിരുന്നു, നാരായമായി, പേന വന്നു, സീഡികളായി, അങ്ങനെ 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 നമ്മൾ ഈ ഒരു ജെൻസി കാലഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അതാണ് എൻ്റെ ഒന്നാം ഭാഗം. വളരെ ചുരുക്കി ആ ഒരു ചരിത്രം, ആ ഒരു അറിവിന്റെ ആ ചരിത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒന്നാം ഭാഗം ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. എന്താണ് ജെൻസി? ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അല്ലെ? ഏതാ കാലഘട്ടം? 97 മുതൽ 2012 വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഒരു 29 വയസ്സ് മുതൽ 14 വയസ്സ് വരെ, 14 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ള ആളുകളെയാണ് ജെൻസി എന്ന് പറയുന്നത്. ജനറേഷൻ സെഡ് അല്ലെങ്കിൽ ജനറേഷൻ സൂമേഴ്സ്, അത് ചുരുക്കിയാണ് നമ്മൾ ജെൻസി എന്ന് പറയുന്നത്. എന്താ ഈ തലമുറയുടെ പ്രത്യേകത? ഈ തലമുറയാണ്, അതായത് ഞാൻ സൂചിപ്പിച്ചു 1997 നമ്മുടെ മനസ്സിലാ ചരിത്രം, ഇവിടെയുള്ള ആളുകളൊക്കെ ആ ഒരു കാലഘട്ടം കൂടി കടന്നു വന്ന ആളുകളാണല്ലോ. ആ ഒരു കാലഘട്ടത്തിലാണ് ഇന്റർനെറ്റ് പോലെയുള്ള വിവര സാങ്കേതിക വിദ്യകൾ, അതല്ല എങ്കിൽ സോഷ്യൽ മീഡിയകൾ, യഥാർത്ഥത്തിൽ ഇവയ്ക്ക് സമൂഹത്തിൽ സ്വാധീനം കിട്ടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ജനിച്ച തലമുറയാണ് സാങ്കേതികമായി പറയുകയാണെങ്കിൽ ജെൻസി തലമുറ എന്ന് പറയുന്നത്. 97 മുതൽ 2012 വരെയുള്ള കാലഘട്ടം. പക്ഷെ അത് മാത്രമല്ല കേട്ടോ, ആ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത നമ്മുടെ മുൻ തലമുറ ആലോചിച്ചാൽ മതി. ഈ 97 ജനിച്ച കുട്ടികൾ ഈ തലമുറയെ പറയുന്നത് പ്ലഷർ നോ പെയിൻ എന്നാണ്. അവർ പെയിൻ അനുഭവിച്ചിട്ടില്ല എന്നാണ്. പെയിൻ അനുഭവിച്ചിട്ടില്ല, അവർ പ്ലഷറാണ് അനുഭവിച്ചത്. നമ്മൾ തന്നെ നമ്മുടെ കുട്ടിക്കാലത്തെ കുറിച്ചൊക്കെ ചിന്തിച്ചാൽ, കാരണം നമുക്ക് അതിന് മുൻപുള്ള ഒരു തലമുറയുണ്ടല്ലോ, സമൂഹത്തിന് പൊതുവായി ദാരിദ്ര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ജെൻസിക്ക് മുമ്പുള്ള കാലഘട്ടം എന്ന് പറയുന്നത് 81 മുതൽ 96 വരെ, അതായത് 30 മുതൽ 45 വയസ്സ് വരെയുള്ള മില്ലേനിയൽസ്, ജനറേഷൻ വൈ, അല്ലെങ്കിൽ അതിനു മുൻപ് 65 മുതൽ 80 വരെയുള്ള കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകത എന്താ? 65 മുതൽ 80 വരെ ആ കാലഘട്ടത്തിൽ ജനിച്ച ആൾക്കാർ വഴി ഉണ്ടാവുമല്ലോ. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ പൊതുവായി ദാരിദ്ര്യം ഉണ്ടെന്നേ. നമുക്ക് പല കാര്യങ്ങളും അന്ന് കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, ഇല്ലേ? അപൂർവമായിട്ട് ഒരുപക്ഷെ മേൽജാതിയിൽപ്പെട്ട വളരെ കുറച്ചു പേരൊഴികെ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും തീവ്രമായ ദാരിദ്ര്യങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് ജനറേഷൻ എക്സ് എന്ന് പറയുന്ന 1965 മുതൽ 80 വരെയുള്ള ഒരു കാലഘട്ടം. അവർക്ക് പലതും കിട്ടില്ലായിരുന്നു. അതിനുശേഷം 81 മുതൽ 86 വരെയുള്ള, 81 മുതൽ 96 വരെയുള്ള കാലഘട്ടത്തിലും അതിന്റെ ചില അനുരണനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ പറയുന്ന ജെൻസി തലമുറയുടെ പ്രത്യേകത, അതിൽ ചില വ്യക്തികൾ ഒരുപക്ഷെ ദാരിദ്ര്യമോ പട്ടിണിയോ ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു തലമുറ എന്ന രൂപത്തിൽ നിങ്ങൾ ഈ പറയുന്ന 97-നും 2012-നും ഇടയിലുള്ള ജനതയെ നോക്കുകയാണെങ്കിൽ, കുട്ടികളെ 14 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ള കുട്ടികളെ നോക്കുകയാണെങ്കിൽ, അവർക്ക് വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട്. അതിനവർ പ്രതിഷേധിക്കേണ്ടി വന്നില്ല, അതിനവർ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നില്ല. അവർക്ക് വളരെ ഈസി ആയിട്ട് വിദ്യാഭ്യാസം കിട്ടി, അവർക്ക് വളരെ ഈസി ആയിട്ട് ഭക്ഷണം കിട്ടിയിട്ടുണ്ട്, ഇല്ലേ? അത് നമ്മൾ നിരീക്ഷിച്ചാൽ മതി. വ്യക്തിപരമായിട്ട് ഒരു പക്ഷേ 1-2 വ്യക്തിപരമായി കുറച്ച് ജെൻസി തലമുറയിൽ കുറച്ച് കുട്ടികൾ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ടാവും, പട്ടിണി അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരു സമൂഹം എന്ന രൂപത്തിൽ പട്ടിണി അനുഭവിക്കാത്തതാണ് നോ പെയിൻ ബട്ട് പ്രഷർ എന്ന തലമുറയെ വിശേഷിപ്പിക്കുന്നത്. അവരാണ് ജെൻസി തലമുറ. ജെൻസി എന്ന ഭാഷ ഞാൻ കൂടുതൽ വിശേഷിപ്പിക്കുന്നില്ല. പിന്നെ അതിന് മുൻപുള്ള നമ്മൾ ഇപ്പോൾ ഒരു പൊതുസമൂഹത്തിൽ ജെൻസി മാത്രമല്ല കേട്ടോ ഉള്ളത്. ഉദാഹരണമായിട്ട് 1928 മുതൽ 45 വരെ, 98-നും 81 വയസ്സിനും ഇടയിലുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാം. അവർ സൈലന്റ് ജനറേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. 62 വയസ്സ് മുതൽ 80 വരെ ബൂമേഴ്സ് എന്നറിയപ്പെടുന്നു. അതിനുശേഷമാണ് ഞാൻ പറഞ്ഞ ജനറേഷൻ എക്സ്, അതായത് 61-നും 46 വയസ്സിനും ഇടയിലുള്ള ആൾക്കാരാണ് ജനറേഷൻ എക്സ്. 30-നും 45-നും ഇടയിലുള്ള ആൾക്കാരാണ് ജനറേഷൻ സെഡ്. 30-നും 40-നും ഇടയിലുള്ള ആൾക്കാരാണ് മില്ലേനിയൽസ്, ജനറേഷൻ വൈ എന്നറിയപ്പെടുന്ന ആളുകൾ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ജെൻസി എന്നുള്ളത് 97-നും 2012-നും ഇടയിൽ അനുഭവിച്ചവരാണ്. അവർ പെയിൻ അനുഭവിക്കാത്തവരാണ്. പ്ലഷറാണ് അവരുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത. സ്ട്രഗിൾ അവരധികം ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് എന്തുകൊണ്ട് നമ്മൾ ഈ ടോപ്പിക് എടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, സമൂഹത്തിൽ ഏകദേശം 25% ജെൻസിയാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സാങ്കേതിക വിദ്യയുടെ ഈ ലോകത്ത് ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയയിൽ മറ്റു തലമുറയെക്കാൾ, ജെൻ വൈനേക്കാളും ജെൻ എക്സിനേക്കാളും സൈലന്റ് ജനറേഷനേക്കാളും അതേപോലെ ബൂമേഴ്സിനേക്കാളും ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് ഈ തലമുറ ആയതുകൊണ്ടാണ് ജെൻസി കാലഘട്ടത്തിലെ ലൈബ്രറി എന്ന് പറയുന്ന വിഷയത്തിന് പ്രസക്തിയുള്ളത്. സമൂഹത്തിൽ ഈ പറഞ്ഞ എല്ലാ ആൾക്കാരും ഉണ്ട്. ഇപ്പോഴത്തെ സമൂഹത്തിൽ സൈലന്റ് ആൾക്കാരുണ്ട്, ബൂമേഴ്സ് ഉണ്ട്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്.
പക്ഷെ നമ്മൾ ജെൻസി എന്ന് പറയാനുള്ള കാരണം ഈ തലമുറയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ആക്റ്റീവ്, ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ഇവരായതുകൊണ്ടാണ് ജെൻസി തലമുറകൾ എന്ന് ഞാൻ പറയുന്നത്. ഇവിടെ നിന്നുകൊണ്ട് ഈ രണ്ടാം ഭാഗം ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മൂന്നാം ഭാഗത്തേക്ക് എടുക്കുകയാണ്. പബ്ലിക് ലൈബ്രറി, അതിന്റെ കുറെ ആശയങ്ങളിലൂടെ പറഞ്ഞു പോയി കേട്ടോ, അതുകൊണ്ട് ഞാൻ അതിനെ വിശദീകരിക്കുന്നില്ല. എന്തിനു വേണ്ടിയാണ് ലൈബ്രറി, പബ്ലിക് ലൈബ്രറി എന്താണ്? ഞാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. 94 യുനെസ്കോ പറയുകയുണ്ടായി, വിജ്ഞാനത്തിലേക്കുള്ള പ്രാദേശിക കവാടങ്ങളാണ് പബ്ലിക് ലൈബ്രറി. വിജ്ഞാനത്തിലേക്കുള്ള പ്രാദേശിക കവാടങ്ങൾ ഉദ്ഘാടനം അത് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. വിജ്ഞാനത്തിലേക്കുള്ള 94 2022 അവർ പുതുക്കുന്നുണ്ട്. അവർ പറയുന്ന ഒരു ലിവിങ് ഫോഴ്സ് ആണ് പബ്ലിക് ലൈബ്രറി എന്ന് പറഞ്ഞാൽ. ലിവിങ് ഫോഴ്സ് ആണ് എഡ്യൂക്കേഷൻ മേഖലയിലെ, അതെ, കൾച്ചറൽ മേഖലയിലൊക്കെ ഇടപെടുന്ന ഒരു ലിവിങ് ഫോഴ്സ് ആണ് പബ്ലിക് ലൈബ്രറി എന്ന് പറയുന്നത്. ചുരുക്കി ഇങ്ങനെ കാണാം, പബ്ലിക് ലൈബ്രറി എന്ന് പറയുമ്പോൾ അതിന് രണ്ട് ധാരകളുണ്ട്. ഒന്ന് അറിവിനെ ശേഖരിച്ച് വെക്കുന്ന ആ ലൈബ്രറി എന്ന് പറയുന്നത്, അറിവിനെ ശേഖരിച്ച് ബുക്കുകൾ, ഇവിടെ ബുക്കാണ് കൂടുതൽ, ബുക്കുകളെ നമ്മൾ ശേഖരിച്ച് വെക്കുന്നു, വിതരണം ചെയ്യുന്നു, ആ ഒരു സംവിധാനം. രണ്ട്, അതിന്റെ എന്താണ്, സാംസ്കാരിക സംഘടന എന്ന രൂപത്തിൽ. ഇങ്ങനെ രണ്ട് തലമുണ്ട്. ഒരു പബ്ലിക് ലൈബ്രറി, സാധാരണ ലൈബ്രറിയില്ല, പബ്ലിക് ലൈബ്രറിക്ക് രണ്ട് തലമുണ്ട്. ഒന്ന് അത് വിജ്ഞാനത്തെ ശേഖരിച്ച് വിതരണം ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. മറ്റൊന്ന് എന്താണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് സാംസ്കാരിക പ്രസ്ഥാനമാണ് പബ്ലിക് ലൈബ്രറി. യുനെസ്കോ അതുകൊണ്ടാണ് വിജ്ഞാനത്തിലേക്കുള്ള പ്രാദേശിക കവാടം എന്ന് പറഞ്ഞു. പക്ഷെ 2022 അവർ പുതുക്കുകയാണ്. അവർ പറഞ്ഞു പബ്ലിക് ലൈബ്രറി ലിവിംഗ് ഫോഴ്സ് ആണ്, ഒരു ജൈവിക ശക്തിയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ ഒക്കെ ഇടപെടുന്ന ഒരു ജൈവിക ഫോഴ്സായിട്ട് അവർ പബ്ലിക് ലൈബ്രറിയെ കാണുന്നു. ഈ ഭാഗത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കുറെ കാര്യങ്ങൾ ബാലമാഷിന്റെ സംസാരത്തിൽ വന്നുകൊണ്ട് ഞാൻ മൂന്നാം ഭാഗം ഇവിടെ ചുരുക്കുകയാണ്. ഇവിടെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ജെൻസി തലമുറയെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സാങ്കേതികമായി ഇത്രയധികം വികാസം പ്രാപിച്ച കാലഘട്ടത്തിൽ ആ സാങ്കേതിക വിദ്യയെ ആസ്വദിക്കുകയും ഉപയോഗിക്കപ്പെടുന്ന ഒരു തലമുറയാണല്ലോ ജെൻസി തലമുറ. അങ്ങനെയാണെങ്കിൽ അവർ ഈ ലൈബ്രറിയിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും അവർ പ്രതീക്ഷിക്കുക? അവർ ലൈബ്രറിയിലേക്ക് വരികയാണെന്ന് നമ്മൾ കരുതുക, ലൈബ്രറിയിലുണ്ട്, അവിടെ ഒരു സംവിധാനം ഉണ്ട് എന്ന് കരുതുക. അവരാ സംവിധാനത്തിന്റെ മുമ്പിൽ പോവുകയാണ്. അവരെന്താ ചോദിക്കുക? ഒരിക്കൽ എന്ന ബുക്ക് ഇവിടെ ഉണ്ടോ എന്ന ഒരു ചോദ്യം അവിടെ ചോദിക്കുകയാണ്. അപ്പൊ സംവിധാനം എന്തായിരിക്കും മറുപടി കൊടുക്കുക? അതൊരേ സംവിധാനമായിരിക്കുമല്ലോ. എന്തായിരിക്കും മറുപടി കൊടുക്കുക? ഒരിക്കൽ എന്ന ബുക്കിന്റെ ഒരിക്കൽ എന്ന ബുക്കിന്റെ 4 കോപ്പി ഈ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. അതിലൊരു കോപ്പി മോഹന്റെ അടുത്തുണ്ട്, ഒരു കോപ്പി സുധീറിന്റെ അടുത്താണുള്ളത്, ഒരു കോപ്പി അബ്ദുള്ള മാഷ് കൊണ്ടുപോയിരിക്കുകയാണ്, ഒരു കോപ്പി ഇവിടെ ഉണ്ടായിരുന്നു, അതിപ്പോ ഞങ്ങൾക്ക് അറിയില്ല. കൂടുതൽ എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്ക് ഈ ബുക്ക് വേണമെങ്കിൽ ഞാൻ അബ്ദുള്ള മാഷോട് പറഞ്ഞിട്ട് ഞാനത് നാളെ ഇവിടെ എത്തിക്കാം. ആരാ പറയുന്നത്? ആ ഒരു സംവിധാനമാണ് പറയുന്നത്, അല്ലെ? ഒരു ജെൻസിക്കാരൻ വരികയാണ്. നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയത് അദ്ദേഹം അത് സാങ്കേതികമായിട്ട് ധാരാളം സ്കില്ലുള്ള ഒരു തലമുറയാണ്. ആ തലമുറ വരുമ്പോൾ അവിടുത്തെ ലൈബ്രറിനോട് പോയിട്ട്, നമ്മൾ ഇന്നത്തെ ലൈബ്രറിയുടെ അവസ്ഥ എന്താണ്? അവിടെ ലൈബ്രറി ഉണ്ടാവും, ആ ലൈബ്രറിനോട് ചോദിക്കുകയാണ്, ഒരിക്കലുണ്ടോ? ഒരിക്കലോ നോട്ടെ, അത് കൊണ്ടുപോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. വേഗം മറിച്ചു നോക്കുന്നു. ചിലപ്പോൾ നല്ല ലൈബ്രറിന് ഓർമ്മയുണ്ടാവും, അത് മാഷിന്റെ അടുത്ത് ഉണ്ട് തോന്നുന്നു. ഒരു 2-3 ബുക്ക് ഉണ്ടായിരുന്നു, പക്ഷെ എവിടെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ എന്താണ്, ഒരു ജെൻസി കാലഘട്ടത്തിൽ ആ ഒരു ജനറേഷൻ പ്രതീക്ഷിക്കുന്നതാണ്. അവിടെ വന്ന് ചോദിക്കുക, ആ സംവിധാനത്തോട് ചോദിക്കുകയാണ്, ഇവിടെ ഇന്ന ബുക്കുണ്ടോ? അപ്പൊ ഉത്തരം കിട്ടി. എന്താ ഉത്തരം? ഇവിടെ 4 ബുക്ക് ഉണ്ടായിരുന്നു, അത് ഒരു ബുക്ക് സ്റ്റോക്ക് ഔട്ട് ആണ്, ബാക്കി 3 ബുക്കുകൾ ഇന്ന ആളുടെ അടുത്തുണ്ട്. അതല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെ? അതാണ് നമ്മൾ പ്രതീക്ഷിക്കുക. ഒരു ആധുനിക ജെൻസി കഴിഞ്ഞിട്ടുള്ള അടുത്ത തലമുറ ഇവിടെ ഉണ്ട്. അതെന്താണ്? ജനറേഷൻ ആൽഫ ഉണ്ട്. അവരെന്താ? അവരാണ് കാലഘട്ടത്തിൽ ജനിച്ച ആളുകൾ. അപ്പൊ അവർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്. അവിടെയാണ് നമ്മൾ നേരത്തെ ബാലമാഷ് സൂചിപ്പിച്ചതുപോലെ ഇതുവരെ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്താത്ത ബുക്ക് ശേഖരണങ്ങളാണ് കേരളത്തിലെ പബ്ലിക് ലൈബ്രറിയുടേത്. ഭൂരിപക്ഷവും ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയിട്ടില്ല. ഇത്രയും പൊതുജന പിന്തുണ ഉണ്ടായിട്ട് പോലും കേരളത്തിലെ പബ്ലിക് ലൈബ്രറികൾക്ക് ഒരു പൊതു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഗ്രന്ഥശാല സംഘത്തിന്റെ വീഴ്ച തന്നെയാണെന്ന്. കോഹ എന്ന് പറയുന്ന സംവിധാനത്തെ കുറിച്ച് ആദ്യം ചർച്ച ചെയ്തു. എന്തായിരുന്നു കോഹ? ഓപ്പൺ സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ലൈബ്രറിയിലെയും മുഴുവൻ ബുക്കുകളും മെമ്പർമാരുടെ പേരും ഒക്കെ ഒരു ഡാറ്റാബേസിലേക്ക് കൊണ്ടുവരാനുള്ള വലിയൊരു ശ്രമമായിരുന്നു. പക്ഷെ ഭാവന ഉണ്ടായിരുന്നില്ല. ഒന്ന്, ലൈബ്രറി കൗൺസിലെ ആളുകൾക്ക് അത് ഏറ്റെടുക്കാൻ തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. നിർബന്ധത്തിന്റെ ഭാഗമായിട്ട് ഏറ്റെടുത്തു. പക്ഷെ ഭാവനാപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. കോഹ ഒരു ഘട്ടത്തിൽ ഒഴിവാക്കി. വീണ്ടും മറ്റൊരു സോഫ്റ്റ്വെയറിലേക്കുള്ള വരവാണ് പബ്ലിക് എന്നാണ് ആ സോഫ്റ്റ്വെയറിന്റെ പേര്. നമ്മൾ കാണേണ്ട തലമുറ എത്രയോ മാറി, സാങ്കേതികവിദ്യ എത്രയോ വികസിപ്പിച്ചു. അപ്പോഴാണ് നിയമപരിരക്ഷയുള്ള ഇത്രയധികം ഫണ്ടിങ് നടക്കുന്ന കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് കേരളത്തിലെ ലൈബ്രറികളിലെ ആ വലിയ വിജ്ഞാന ശേഖരത്തെ ചിട്ടപ്പെടുത്താൻ കഴിയാതെ പോയിട്ടുണ്ട് എന്നുള്ള വിമർശനം നമ്മൾ ഓരോരുത്തരും, ഞാനടക്കം, നിങ്ങൾ ഗ്രന്ഥശാല പ്രവർത്തകരാണല്ലോ, നമ്മളാണല്ലോ ലൈബ്രറി കൗൺസിലിലേക്ക് പോകുന്നത്, നമ്മളത് കാണേണ്ടതുണ്ട്. അപ്പൊ അത്
അങ്ങനെ ചെയ്താൽ മാത്രമല്ലേ ഒരു ജൻസി, ഒരു പുതിയ തലമുറ ഒരു ലൈബ്രറിയിൽ എത്തുമ്പോൾ ഒരു ബുക്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഒരു വിജ്ഞാനം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇതാ കേരളത്തിലെ ഇന്ന ലൈബ്രറികളിൽ ആ ബുക്ക് ഉണ്ട് എന്ന് പറയാൻ ആ ഒരു ഉത്തരം വളരെ പ്രധാനപ്പെട്ടതാണ്. സാങ്കേതികതയെ കുറിച്ച് അറിയാലോ, നമുക്ക് ഉത്തരം പറഞ്ഞു തരുന്നില്ല എന്നുള്ളതാണ്. ഉത്തരം ഒരു പക്ഷേ എല്ലാ ഉത്തരങ്ങളും നിങ്ങൾക്ക് ഇപ്പോഴും പറഞ്ഞു തരുന്നില്ല. ഇപ്പൊ ഉദാഹരണം, നിങ്ങൾക്ക് വേണം നിങ്ങൾ അച്ഛന്റെ പേര് എയോട് ചോദിക്കാം. ഞാൻ ചോദിക്കുകയാണ് എയോട്, എന്റെ അച്ഛന്റെ പേരെന്താണ്? മറ്റേ വാട്സപ്പിലുണ്ടല്ലോ, ചോദിക്കുകയാണ്. എനിക്കൊരു ഉത്തരം തരും. ഉത്തരം എന്താ? നിങ്ങളുടെ അച്ഛന്റെ പേര് എനിക്ക് കൃത്യമായി പറഞ്ഞു തരാൻ പറ്റില്ല, അതൊരു പക്ഷേ നിങ്ങൾ അമ്മയോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. എന്താ ഈ ഉത്തരത്തിന്റെ പ്രത്യേകത? എന്താ ആ ഉത്തരം? യുക്തിസഹമല്ലേ? കാലഘട്ടത്തിന്റെ മറ്റാ നിങ്ങളുടെ വാട്സപ്പിലുള്ള അല്ലെങ്കിൽ ജെമിനിയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് യുക്തിസഹമായ ഉത്തരം തന്നു എന്നുള്ളതാണ്. അങ്ങനെ ഉത്തരം പറയാൻ പറ്റിയല്ലോ. ഇപ്പൊ എന്റെ അച്ഛനാണെന്നെങ്കിൽ എന്റെ അച്ഛൻ ഇന്നയാളാണ്, ഉറപ്പായി കൃഷ്ണനാണെന്ന് പറഞ്ഞാൽ ജെമിനിക്ക് ഇപ്പോഴും കഴിയില്ല, കാരണം അത്രയും ഡിജിറ്റലൈസേഷനോ അറിവുകളുടെ കഴിഞ്ഞില്ല. പക്ഷെ അവിടെ ഉത്തരം തന്നു. എന്താണ് അത്? എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ, അത് നിങ്ങൾ ആരോടെ തന്നെ ചോദിക്കണം, നിങ്ങളുടെ ബന്ധുക്കളോ അതോ നിങ്ങളുടെ അമ്മയോടോ ചോദിക്കണം. ഉത്തരം തന്നല്ലോ. ആ ഒരു കാലഘട്ടം നമ്മൾ കാണുന്നത്. അതാണ് ഈ തലമുറയുടെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ലൈബ്രറിയിൽ വരുന്ന, നേരത്തെ സൂചിപ്പിച്ചല്ലോ, വായനക്കാരന്റെ സമയം ലാഭിക്കുക പഞ്ചതന്ത്രങ്ങളിൽ ഒന്നാണ്. SR രംഗനാഥൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് വായനക്കാരന്റെ സമയം ലാഭിക്കുക. വായനക്കാരന്റെ സമയം ലാഭിക്കണമെങ്കിൽ ലൈബ്രറികൾക്കുള്ളിലെ സാങ്കേതികമായ ഒരു ക്രോഡീകരണം നടക്കേണ്ടതുണ്ട്. ഇന്നും അത് നടന്നിട്ടില്ല. ഞാൻ എന്റെ 4ാമത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ഇതിന്റെ 5ാമത്തെ ഭാഗത്തേക്ക് ഞാൻ കടക്കുകയാണ്. 5ാമത്തെ ഭാഗം ഇതാണ്. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പഴയ തലമുറയുണ്ടോ, ഞാനും നിങ്ങളും അല്ലേ? നിങ്ങളെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോ ജനറേഷൻ എക്സ് ആണ് കുറെ പേരുണ്ടാവുക എന്ന് തോന്നുന്നതാണ്. ജനറേഷൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു വയസ്സെന്ന് പറയുന്നത്, ഞാൻ വിചാരിക്കുകയാണ്, നിങ്ങളെ കാണുമ്പോൾ വിചാരിക്കുകയാണ്, ജനറേഷൻ എക്സ് എന്ന് പറയുമ്പോൾ 61-നും 46 വയസ്സിനും 61 വയസ്സിനും ഇടയിലുള്ള ആളുകൾ ആണോ കൂടുതൽ? എനിക്കല്ലെങ്കിൽ തോന്നുന്നതാണ്. അല്ല, ഒരുപക്ഷെ 30-നും 45 വയസ്സിനിടയിലുള്ള ആളുകൾ. അപ്പൊ നമുക്ക് ചുരുക്കിയിട്ട് ജനറേഷൻ എക്സും വൈയും ആണ് ഇവിടെ കൂടുതൽ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ചിന്തിച്ചു നോക്കാം, നമ്മൾ എന്തിനാ ലൈബ്രറിയിലേക്ക് പോയത്? ഇപ്പൊ എന്റെ തന്നെ ഒരു ആവശ്യം, എനിക്കന്ന് ഒരു വാക്കിന്റെ അർത്ഥം അറിയണമെങ്കിൽ ഞാൻ എൻ്റെ ലൈബ്രറിയിലേക്ക് പോകണമായിരുന്നു. ഇപ്പൊ എനിക്കൊരു വാക്ക് കിട്ടി. ഇപ്പൊ ഉദാഹരണമായിട്ട് തന്നെ ജനറേഷൻ സൂമേഴ്സ് എന്ന വാക്കിന്റെ അർത്ഥം അറിയണം, ഞാൻ എവിടെ പോകണമായിരുന്നു? ലൈബ്രറിയിൽ പോകണമായിരുന്നു. അതാണ് എന്റെ വ്യത്യാസം. കാരണം എന്റെ വീട്ടിൽ അതിനുള്ള സംവിധാനം ഒന്നും വേണ്ട. എനിക്ക് ഒരു യുനെസ്കോയുടെ പബ്ലിക് ലൈബ്രറി മാനിഫെസ്റ്റോയെ കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ എവിടെ പോകണമായിരുന്നു? ലൈബ്രറിയിൽ പോകണമായിരുന്നു. ഇന്ന് അതിന്റെ ആവശ്യമുണ്ടോ? പണ്ട് ഞാൻ ഏറ്റവും കഷ്ടപ്പെട്ട് വാങ്ങിയ ഒരു സംഭവമാണ് ഒരു ഓക്സ്ഫോർഡ് ഡിക്ഷണറിയും ഒരു മലയാളത്തിന്റെ ഡിക്ഷണറിയും. കാരണം എനിക്ക് വായിക്കുമ്പം, അപ്പൊ നമ്മുടെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്കിന്റെ അർത്ഥം അറിയാൻ ലൈബ്രറിയിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്നെ സംബന്ധിച്ചാൽ എന്റെ വായനയ്ക്ക് ഒരു മലയാളം ഡിക്ഷണറി അത്യാവശ്യമാണ്. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഡിക്ഷണറി വാങ്ങി. കുറെ കാലമായിട്ട് അത് എവിടെയുള്ളത് പോലും എനിക്കറിയില്ല. അല്ല, ആരെ ഇപ്പം ഡിക്ഷണറി നോക്കുന്നതിന്റെ ആവശ്യമുണ്ടോ? ഒരു ഡിക്ഷണറി നിങ്ങൾ നോക്കുന്നതിനേക്കാൾ ഭംഗിയായ അർത്ഥം, അതിന്റെ ഒരു ചരിത്രം, അതിന്റെ വിവിധ തരത്തിലുള്ള ഉച്ചാരണം പറഞ്ഞു തരാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയുള്ള കാലത്ത് ഇപ്പോഴും ഒരാൾ ഡിക്ഷണറി മറക്കുകയാണ്, നമ്മൾ അംഗീകരിക്കുക. ആ ഡിക്ഷണറി ചെയ്യുന്ന മുഴുവൻ സേവനവും അതിനേക്കാൾ ഭംഗിയായിട്ട്. അപ്പൊ നമ്മൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ തലമുറ ലൈബ്രറിയിൽ വാക്കുകളുടെ അർത്ഥം തേടിപ്പോയിരുന്നു. നമ്മളിപ്പം പോകുന്നില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ റെഫറൻസ് ഉണ്ട്. എന്തിനാ നിങ്ങൾ ലൈബ്രറിയിൽ വന്നിട്ട് റെഫറൻസ് ചെയ്യുന്നത്? എന്തിനാ? നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? യുനെസ്കോനെ കുറിച്ച് അറിയണം, നിങ്ങൾ ലൈബ്രറിയിൽ പോകേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ഇവിടുത്തെ മറ്റേ യുനെസ്കോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ഡീപ്പായിട്ട് പോകണോ അത്രത്തോളം അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. എന്തെല്ലാം മാർഗങ്ങളുണ്ട്? സോഷ്യൽ മീഡിയകളുണ്ട്, പല പല സോഫ്റ്റ്വെയറുകളുണ്ട്, ഒന്നുമില്ലെങ്കിൽ ഈ പറഞ്ഞ AI സാങ്കേതിക വിദ്യകളുണ്ട്. അപ്പൊ അവിടെ കണ്ടില്ലേ, നമ്മുടെ 2 തലമുറ എക്സും വൈയും പോയിരുന്നത് ചില വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടിയാണ്. ഇതിന്റെ പശ്ചാത്തലമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മള് ലൈബ്രറിയുടെ ഉപയോഗത്തെ കുറിച്ച് 3 ഉകാരങ്ങളുണ്ട്. ഉകാരങ്ങൾ. ഒന്ന്, ലൈബ്രറികൾ ഉപയോഗത്തിന് വേണ്ടിയാണ്. ലൈബ്രറിയിൽ ഒരാൾ പോകുന്നത് ഉപയോഗത്തിന് വേണ്ടിയാണ്. ലൈബ്രറിയിൽ ഒരാൾ പോകുന്നത് ഉല്ലാസത്തിന് വേണ്ടിയാണ്. ലൈബ്രറിയിൽ ഒരാൾ പോകുന്നത് ഉത്കർഷത്തിന് വേണ്ടിയാണ്. ഇതാണ് എന്റെ ഒരു കോടിയാണ്. 3 ഉകാരങ്ങൾ: ഉല്ലാസം, ഉപയോഗം, ഉത്കർഷം. ഉപയോഗം എന്താ? അന്നത്തെ തലമുറക്ക് ധാരാളം ആവശ്യങ്ങൾ. വാക്കിന്റെ അർത്ഥം അറിയണമെങ്കിൽ, വിവരങ്ങൾ ശേഖരിക്കണമെങ്കിൽ, ഉപയോഗത്തിന് വേണ്ടി അവൻ ലൈബ്രറിയിൽ പോകണം എന്നതിന് ആവശ്യമില്ലല്ലോ ഇന്ന്. അപ്പോ ഉപയോഗത്തിന് വേണ്ടി ലൈബ്രറിയിലേക്ക് വരുന്ന തലമുറ, പഴയ തലമുറ എക്സും വൈയും എന്ത് ഉപയോഗത്തിന് വേണ്ടിയാണോ ലൈബ്രറിയിലേക്ക് വന്നിരുന്നത്, അവരിന്നും വരില്ല. ആ ഉപയോഗം ലൈബ്രറി അവർക്ക് വിവരങ്ങൾ നൽകിയിരുന്നു. ആ ഉപയോഗം അവർക്ക് വീട്ടിൽ നിന്ന് കിട്ടും.
വീട്ടിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഉപയോഗത്തിന് വേണ്ടി ആരും വരില്ല. ഇനി ഉല്ലാസം, വിനോദത്തിന് വേണ്ടി ലൈബ്രറി. ഇപ്പൊ ഞാനൊക്കെ എന്റെ ചെറുപ്പകാലത്ത് 10 കഴിഞ്ഞ പാട് ലൈബ്രറിയിൽ പോയിരുന്ന ഉല്ലാസത്തിന് വേണ്ടിയാണ്. എന്താ എന്റെ ഉല്ലാസം? അന്ന് എന്റെ പ്രധാനപ്പെട്ട വിനോദം വായനയാണ്. ഇവിടെയുള്ള എക്സ് ജനറേഷന്റെയും വൈ ജനറേഷന്റെയും പ്രധാനപ്പെട്ട ഒരു വിനോദം എന്ന് പറയുന്നത് വായനയായിരുന്നു. അല്ലാന്ന് പറയാൻ പറ്റുമോ? ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ വായിച്ചത് അല്ലേ? നമുക്ക് ഓർമ്മയില്ല. എന്റെ വീട്ടില് ഈ പ്രസിദ്ധീകരണങ്ങൾ കേരളത്തിൽ വ്യാപിച്ച കാലഘട്ടം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താ? അതൊരു വിനോദമായിരുന്നില്ല. കേരളത്തിലെ വായനയിലേക്ക് കടന്നു വന്ന സ്ത്രീകളെ ആവേശത്തോടെ വായനയുടെ ലോകത്ത് പിടിച്ചു നിർത്തിയതായിരുന്നു മംഗളം, മനോരമ, മനോരാജ്യം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്റെ വീട്ടില് വെള്ളിയാഴ്ച ആകുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാല് അച്ഛൻ രാത്രി 8:30 ആകുമ്പോൾ വരും. അന്ന് വെള്ളിയാഴ്ചയാണ്, മംഗളം മനോരമ ഏതോ വരുന്ന ദിവസം. അന്ന് അച്ഛന്റെ കയ്യിൽ മംഗളം ഇല്ലേ വീട്ടിലടിയാ. എന്താ? അമ്മയും അച്ഛനും ഭീകരടി. അച്ഛനാണിത് എപ്പവും മറക്കും. അമ്മയാണെങ്കിൽ ആ മംഗളം വായിക്കാനുള്ള ഒരു ത്വരയിൽ, ആ കഥയുടെ തുടർച്ച അറിയാനുള്ള ത്വരയിൽ നിൽക്കുമാണ്. മൂപ്പരിതെല്ലാം മറന്ന് 2 പടവലങ്ങയും വാങ്ങിച്ച് വരുന്നുണ്ടാവുക. അന്ന് അവിടെ അടി. എനിക്കപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം അടിയൊന്നും ചെറിയ അടിയൊന്നുമല്ല എന്റെ പേര്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഞാൻ അങ്ങനെ എങ്ങനെ മറ്റേ. കാരണം പിന്നെ കിട്ടുന്ന പിറ്റേ ദിവസം വൈകുന്നേരം അതൊരു കാത്തിക്കാൻ ഈ സ്ത്രീ സമൂഹത്തിന് കഴിയില്ല. കാരണം അന്നത്തെ സ്ത്രീ സമൂഹത്തിന് അവരുടെ ഉല്ലാസത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമായിരുന്നു വായന. എനിക്കും അത് തന്നെയായിരുന്നു. ഞാൻ ലൈബ്രറിയിൽ പോയിരുന്നത് പ്രധാനമായിട്ടും വായിക്കാനാണ്. അന്ന് വായിച്ചിരുന്നത് ഈ പറയുന്ന ടാർസന്റെ കഥകളാണെങ്കിലും സുധാകർ മംഗളോദ്, കോട്ടയം മുഷ്മാദിന്റെ കഥകളാണെങ്കിലും അതൊക്കെ ഒരു വിനോദമാണല്ലോ ഞാൻ പോകുന്നത്. അന്ന് നിങ്ങളറിയാം, ഞങ്ങൾ ലൈബ്രറി പോയി കഴിഞ്ഞാൽ, ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട ആൾക്കാര് ലൈബ്രറി പോയി കഴിഞ്ഞാല് ചെറിയ ബുക്ക് എടുക്കില്ലായിരുന്നു. എന്താ കാര്യം അറിയാം? ചെറിയ ബുക്ക് എടുത്തു കഴിഞ്ഞാല് പെട്ടെന്ന് തീർന്നു പോകുമല്ലോ. ഞായറാഴ്ച ലൈബ്രറി ഇല്ല, ഭയങ്കര ടെൻഷനാണ്. അപ്പൊ ഞങ്ങള് ശനിയാഴ്ച പോയിട്ട് 2 തടിച്ച ബുക്ക് എടുക്കുക. എന്താ? കാരണം അന്ന് നമ്മളുടെ തലമുറയ്ക്ക് വിനോദത്തെ ആശ്രയിക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താ? അത് വായനയായിരുന്നു. ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ? ഒരു ഉല്ലാസത്തിന് വേണ്ടി നിങ്ങൾ ഇന്ന് വായന, ഈ മംഗളവും മനോരമയും വായിച്ച പ്രബുദ്ധരായിരുന്ന, വായനയെ സ്നേഹിച്ചിരുന്ന, നമുക്ക് സാംസ്കാരികമായ അപജയം സംഭവിച്ച അവിടെയാണ് നമ്മുടെ അമ്മമാരെ വായനയുടെ അടുത്ത ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ നമ്മളുടെ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കഴിയാതെ പോയെന്നുള്ളതാണ്. അവർ വായനയിലേക്ക് കൊണ്ടുവന്നു. അവർ ആവേശത്തോടെ മംഗളവുമായ സുധാകർ മംഗളത്തിന്റെ കഥകളൊക്കെ വായിച്ച് അവർ ആവേശം കൊണ്ടു. ആ ആവേശത്തോടെ അവിടെ ഒരു പൊതു വായനയുടെ അടുത്ത തലമുറയിലേക്ക് അവർ ഭൂരിപക്ഷം ഉയർത്താൻ കഴിഞ്ഞില്ല. പകരം അവർ നേരെ പോയത് അങ്ങോട്ടേക്കാ? സീരിയലിന്റെ ലോകത്തേക്കല്ലേ? അല്ലെ? അവരുടെ ഏറ്റവും വലിയ വിനോദം സീരിയലായി മാറിയില്ലേ? സീരിയലിന്റെ ലോകത്തേക്ക് മാറിയില്ല. നമ്മളെപ്പോലും പിടിച്ചു നിർത്തും കേട്ടോ സീരിയല്. കാരണം എനിക്ക് സീരിയൽ കാണുന്ന അമ്മേനെ തീരെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ നമുക്ക് രക്ഷയില്ല, അവർ സീരിയൽ കാണാണ്. അപ്പൊ ഞാൻ അപ്പുറത്തെ ഒരു റൂമിൽ ഇരിക്കുന്നു, അമ്മയ്ക്ക് സീരിയൽ കാണുന്ന സമയമുണ്ട്. അതൊരു കോംപ്രമൈസ് ആണ്. വീട്ടിൽ നമ്മളെത്തിയൊരു ധാരണയാണ്. ആ സമയത്ത് ഞാൻ ആ റൂമിൽ പോയിരിക്കുന്നു, അമ്മ സീരിയൽ കാണുന്നു. കാരണം പണ്ട് മംഗളം വായിച്ച ആവേശം കൊണ്ട് അമ്മ നേരെ എന്തിലേക്ക് മാറി? സീരിയലിലേക്ക് മാറി. അങ്ങനെ ഏതോ ഒരു സീരിയലിന്റെ കഥ, അത് 7 മണി 8 മണി 8 വരെയെന്ന് തോന്നുന്നു. ഞാൻ ആ സമയത്ത് വീടിൻ്റെ ഉള്ളിലായിരിക്കും. പക്ഷെ വോളിയം കൂട്ടിയിട്ടാണ് നോക്കുക. അരമണിക്കൂർ എനിക്ക് അസ്വസ്ഥതയാണ്. ഞാൻ അറിയാതെ എന്റെ ചെവിയിലേക്ക് ഇത് കയറി വരുന്നുണ്ട്. ഞാനിത് കണ്ടിട്ടേ ഇല്ല. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ഈ അറിയാതെ ഈ കഥ ആരെ മനസ്സിലേക്ക് വരികയാണ്. അങ്ങനെ 2 ദിവസം, ഇതിന്റെ ഏതോ ലാസ്റ്റ് 2 ദിവസം ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. പക്ഷെ വീട്ടിലെത്തിയോടെ എനിക്ക് അറിയേണ്ടത് എന്താണെന്നറിയോ? ഇതെന്താ സംഭവിച്ചത്? ആ കഥാപാത്രത്തിന് എന്താ സംഭവിച്ചത്? അപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ വിനോദത്തിന് വേണ്ടി, അത് നമ്മൾ അറിയാതെ നമ്മളതിനെ പിടിക്കുകയാണ്. വിനോദത്തിന് വേണ്ടി നമ്മൾ എങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല. അപ്പൊ 2 കാര്യം: ഉല്ലാസത്തിന് വേണ്ടി ലൈബ്രറിയിലേക്ക് വരേണ്ട ആവശ്യം ഈ തലമുറയില്ല. ഉപയോഗത്തിന് വേണ്ടി നമ്മുടെ ഉപയോഗം എന്തായിരുന്നു? ആ ഉപയോഗം ഇന്നത്തെ തലമുറക്ക് ലൈബ്രറിയുമായി ബന്ധപ്പെട്ടില്ല. നിങ്ങൾ ഇനി എന്തു പറഞ്ഞാലും നമ്മൾ വിവരത്തിന് വേണ്ടി, വിജ്ഞാന ശകലങ്ങൾക്ക് വേണ്ടി, റഫറൻസിന് വേണ്ടിയാണ് ലൈബ്രറിയിൽ പോയിരുന്നതെങ്കിൽ അത് ഇന്നത്തെ തലമുറക്ക് വേണ്ട. അത് അവർക്ക് കിട്ടുന്നുണ്ട്. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് അതിനേക്കാൾ ഭംഗിയായി കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാണ് അവരിവിടെ വരുന്നത്? 2, ഒരു ഉല്ലാസമാണെങ്കിൽ അതിനേക്കാൾ മികച്ച ഉല്ലാസങ്ങൾ അവർക്ക് ഉല്ലസിക്കാൻ വേണ്ടി ചുറ്റുള്ളപ്പോ അവരെന്തിനാണ് ഈ ലൈബ്രറിയിലേക്ക് വരുന്നത്? 2 പേര്. പിന്നീട് ഉത്കർഷം എന്നുള്ളതാണ് ഇപ്പോഴും നടക്കുന്നെങ്കിൽ ആ ഉത്കർഷത്തിന് വേണ്ടിയുള്ള നമ്മുടെ മനസ്സിനെ കൂടുതൽ വികസനമാക്കാൻ, അറിവിന്റെ കൂടുതൽ ഉയരങ്ങളിലേക്കെല്ലാം പോകേണ്ട ആളുകൾ അവരൊരു പക്ഷേ വരുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും. ഈ അടുത്ത് വായിച്ചൊരു ആർട്ടിക്കിളിൽ പറയുന്നത്, പാശ്ചാത്യ ലോകത്ത് നിലവിൽ ബുക്ക് എടുക്കുന്നത് അനുഭൂതികൾക്ക് വേണ്ടി മാത്രമാണെന്നാണ് ആർട്ടിക്കിളിൽ എഴുതി. അനുഭൂതികൾക്ക് വേണ്ടി. കാരണം വിവരത്തിന് വേണ്ടി വേണ്ട, വിനോദത്തിന് വേണ്ടി വേണ്ട. പക്ഷെ അങ്ങനെയുള്ള ഉദാത്തമായ ഒരു ലോകത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ആരോ ചിലർ ഇപ്പോഴും ബുക്ക് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പൊ പഴയ തലമുറയുടെ എന്താവശ്യങ്ങളാണോ ലൈബ്രറി ചെയ്തിരുന്നത്, ആ ആവശ്യങ്ങൾ ഇന്ന് നിർവഹിക്കേണ്ടതില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു കണ്ടന്റ്. എന്റെ സമയത്തിന്റെ പ്രശ്നമുണ്ട്. അവസാന ഭാഗത്തിലേക്ക് അങ്ങനെയാണെങ്കിൽ കുറച്ച് നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതാണ്. തലമുറയെ എങ്ങനെ നമ്മുടെ ലൈബ്രറികളിലേക്ക് അടുപ്പിക്കാം എന്നുള്ളതാണ്. ഇപ്പൊ ഷിക്കാഗോ ലൈബ്രറി ചെയ്തൊരു ഉദാഹരണമുണ്ട്. അവരവിടെ മേക്കർ സ്പേസ് എന്ന് പറയുന്നൊരു ആശയം അവരുണ്ടാക്കി. മേക്കർ സ്പേസ് എന്ന് പറയുന്നൊരു ആശയം എന്താ?
അതിന് അവരവിടെ ചെയ്തു വെച്ച് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറെ ആധുനിക ഉപകരണങ്ങളാണ് വേണ്ടത്. 3D പ്രിന്റർ ഉണ്ടായിരുന്നു, ലേസർ കട്ടർ ഉണ്ടായിരുന്നു, അങ്ങനെ കുറെ സാങ്കേതിക സംവിധാനങ്ങൾ അവരുടെ ലൈബ്രറിയിൽ അവർ ആക്കി വെച്ചു. അവിടെ എന്താ, അതിന് വന്നിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാം. ആ ലേസർ കട്ടർ ഉപയോഗിക്കാം, 3D പ്രിന്റർ ഉപയോഗിക്കാം. അപ്പൊ ജൻസി തലമുറ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ലൈബ്രറികൾ റീലുമായി ബന്ധപ്പെട്ട എഡിറ്റിംഗിന്റെ ഒരു കമ്പ്യൂട്ടറിൽ നല്ല സോഫ്റ്റ്വെയർ കാര്യങ്ങൾ, നല്ല എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ കാര്യങ്ങൾ, സംവിധാനങ്ങൾ ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അത് ഉപയോഗിക്കാൻ വേണ്ടി അവർ വരും. കാരണം ആ സാങ്കേതിക വിദ്യ അവരുടെ അടുത്ത് ഇല്ലല്ലോ. നേരത്തെ നിങ്ങൾ ആ 12 നിയമങ്ങൾ പറഞ്ഞപ്പോ നമ്മുടെ ലൈബ്രറികളുടെ പ്രധാനപ്പെട്ട ഒരു ചുമതല എന്ന് പറയുന്നത് ഇപ്പോഴും സാങ്കേതിക വിദ്യ മേൽത്തട്ടിൽ നിൽക്കുകയാണ്, എല്ലാവർക്കും ലഭ്യമായിട്ടില്ല. ആ സാങ്കേതിക വിദ്യയെ പൂർണ്ണമായും താഴത്തെ മുഴുവൻ ആളുകളിലേക്കും എത്തിക്കാൻ കഴിയണം. 94 യുനെസ്കോ മാനിഫെസ്റ്റോയിലെ ആശയം അതാണ്, സോഷ്യലൈസേഷൻ ഓഫ് ഓൾ നോളജ് എന്ന് പറയുന്ന ഒരു ആശയം. അപ്പോ നമുക്കൊരു മേക്കർ സ്പേസ് ഉണ്ടാക്കാൻ കഴിയണം നമ്മുടെ ലൈബ്രറി. അത് പ്രധാനപ്പെട്ട മേക്കർ സ്പേസ്. അത് ഏത് രൂപത്തിലാണെന്ന് വെച്ചാൽ പല രൂപ ഷിക്കാഗോ ലൈബ്രറി ചെയ്തത് അവരിങ്ങനെ 3D പ്രിന്റർ, ഫോട്ടോഗ്രാഫർ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. നിങ്ങൾക്ക് അവിടെ വരെ അത് വെച്ചുകൊണ്ടുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യാം, ഡോക്യുമെന്റേഷൻ തയ്യാറാക്കാം, ഒക്കെ ചെയ്യാം. അപ്പൊ ആ വലിയ സാങ്കേതിക കുട്ടികൾക്ക് ലഭ്യമാവാത്ത വലിയ ഉപകരണങ്ങളാണ്. അപ്പൊ അവർ വരികയാണ് ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ ഒരു മേക്കർ സ്പേസുകൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 94 ലൈബ്രറി മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് വിജ്ഞാനത്തിന്റെ പ്രാദേശിക കവാടങ്ങളാണ്. വിജ്ഞാനത്തിന്റെ പ്രാദേശിക കവാടങ്ങൾ നമ്മൾ തിരുത്തണം. നമ്മൾ എന്തായിട്ട് മാറണം? പ്രാദേശിക വിവരങ്ങളുടെ ശേഖരണവും വിതരണ കേന്ദ്രങ്ങളായിട്ട് മാറണം. അതാണ് അതിന് വ്യത്യാസമുണ്ട്. വിജ്ഞാനത്തിന്റെ പ്രാദേശിക കവാടവും പ്രാദേശിക വിജ്ഞാനം ശേഖരിക്കുന്ന നോളജ് വർക്കേഴ്സ് ആയിട്ട് ലൈബ്രറി പ്രവർത്തകർ മാറണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ എന്തുകൊണ്ടാണ് എഐക്ക് പല ഉത്തരങ്ങളും പറയാൻ കഴിയുന്നത്? എന്തുകൊണ്ട് എഐയോട് നിങ്ങൾ എന്താണ് യുനെസ്കോ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ എന്താണ് എന്ന് പറയുമ്പോൾ എഐക്ക് പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? കാരണം ലോകത്തിൽ ഇന്നുവരെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ, രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഡിജിറ്റലൈസേഷൻ ചെയ്ത് കഴിഞ്ഞു, മുഴുവനായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ് ഗുട്ടൻബർഗ് പ്രോജക്ട്. അത് 90കളിൽ ആരംഭിച്ചൊരു പ്രോജക്റ്റാണ് ഗുട്ടൻബർഗ് പ്രോജക്ട്. എന്താണ്? ഇന്ന് വരെ എഴുതിയ എല്ലാ ബുക്കുകളെയും ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഇന്ന് ഗുട്ടൻബർഗ് ലൈബ്രറിയിൽ നിന്ന് നെറ്റ് കിട്ടും. പകർപ്പവകാശമില്ലാത്ത ഈ ലോകത്തിലെ ഏകദേശം മുഴുവൻ ബുക്കുകളും അവർ ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞ് സൂക്ഷിച്ചിട്ടുണ്ട് അവർ. അപ്പൊ എന്താ നമുക്ക് ഗുണം? നമുക്ക് അപ്പൊ നമ്മൾ എഐയോട് ചോദിക്കുമ്പോൾ അവിടെ നിന്നാണ് ഡാറ്റ എടുത്തു തരുന്നത്. പക്ഷെ നമ്മുടെ പ്രാദേശികമായ കുറെ വിവരങ്ങൾ ഇന്നും ഡിജിറ്റലൈസ് ചെയ്യപ്പെടാതെ പോയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ലൈബ്രറികളുടെ ഒരു ചുമതല, ലൈബ്രറി എന്നുള്ള ആശയത്തിൽ ചുമതല പ്രാദേശിക അറിവുകളുടെ കേന്ദ്രങ്ങളായിട്ട് മാറുക എന്നുള്ളതാണ്. അതിനെ ശേഖരിക്കുന്ന, അതിനെ ഡിജിറ്റലൈസ് ചെയ്യുന്ന നോളജ് പ്രവർത്തകരായിട്ട് മാറുക എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചു ഇവിടുത്തെ ഒരു കലാരൂപം, അതിന്റെ ഡിജിറ്റൽ റിസോഴ്സുകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയണം. അദ്ദേഹത്തിന് മറ്റൊരാശയമാണ് പബ്ലിക് ലൈബ്രറികള് പബ്ലിക് ആർക്കൈവ്സുകളായിട്ട് മാറണം. ആർക്കൈവ്സുകളാണോ പുരാതന രേഖകൾ സൂചിപ്പിക്കുന്നത്? പക്ഷെ നിങ്ങളുടെ നാട്ടിലെ ഒരു രേഖ അത് കോഴിക്കോട് ആർക്കൈവ്സിലോ ഡൽഹിയിലെ ആർക്കൈവ്സിലോ സൂക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ ആർക്കൈവ്സ് ആയി മാറേണ്ടത് നിങ്ങളുടെ ലൈബ്രറിയാണ്. അപ്പോൾ വിജ്ഞാനത്തിന്റെ ശേഖരണ വിതരണം എന്ന രൂപത്തിൽ നമ്മുടെ ലൈബ്രറികൾക്ക് സംഭവിക്കേണ്ട 2 മാറ്റങ്ങൾ, ഒന്ന് നമ്മുടെ ലൈബ്രറി പ്രവർത്തകർ നോളജ് വർക്കേഴ്സുകളായിട്ട് മാറുകയും പ്രാദേശികമായ അറിവുകൾ, പ്രാദേശികമായ അനുഭവങ്ങളുടെ ഡിജിറ്റലൈസേഷനും പല രൂപത്തിലുള്ള ശേഖരണവുമായിട്ട് നമ്മുടെ ലൈബ്രറികളെ മാറ്റാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് നിങ്ങൾ ഈ ഡിജിറ്റലൈസേഷൻ പ്രക്രിയയിൽ ഏർപ്പെടണം. ഈ ആർക്കൈവ്സുകൾ, പുരാതന രേഖകൾ, ഫോട്ടോകൾ, ഇതൊക്കെ നിങ്ങളുടെ ലൈബ്രറി ആ രൂപത്തിൽ മാറ്റം, അറിവുകൾ ശേഖരിക്കുന്ന ഇടം എന്ന രൂപത്തിൽ നമ്മുടെ ലൈബ്രറികൾക്ക് മാറേണ്ടതുണ്ട്. യുനെസ്കോ കണ്ടത് വലിയ വിജ്ഞാന ലോകം അവിടെയുണ്ട്, അതിലേക്കുള്ള ഒരു കവാടമാണ് ഇതെന്നാണ്. നമുക്ക് നേരെ തിരിക്കാം. ഇവിടെ നമ്മുടെ നാട്ടിൽ ധാരാളം അറിവുകളും അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ട്. ഇതിനെ ശേഖരിക്കുന്ന, ഇതിനെ പല രൂപത്തിൽ ആർക്കൈവ്സ് ആകുമ്പോൾ ഒരുപക്ഷെ പഴയ ഓലയായിരിക്കാം, അല്ല നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും ഒരാളുടെ പഴയൊരു ഫോട്ടോ ആയിരിക്കാം, ഒരു സംഭവത്തിന്റെ ഫോട്ടോ ആയിരിക്കാം. അങ്ങനെയുള്ള ആർക്കൈവ്സുകളായിട്ട് മാറേണ്ടതുണ്ട്. ഡിജിറ്റൽ റിസോഴ്സുകൾ ശേഖരിക്കുന്ന ഇടങ്ങളായിട്ട് മാറേണ്ടതുണ്ട്. മറ്റൊന്നാണ് ഞാൻ പറഞ്ഞ ഈ മേക്കർ സ്പേസ് പോലെ കമ്മ്യൂണിറ്റി ഹബ്ബുകൾ. അതാണ് ഇപ്പം സംസാരിക്കുന്ന ഒരു ആശയം. അതൊക്കെ നമ്മൾ പണ്ടേ ചെയ്യുന്നതാണ്. സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടന്ന ഇടങ്ങളായിട്ട് മാറുന്നു കമ്മ്യൂണിറ്റി ഹബ്ബുകൾ പലതരത്തിലുള്ള. പക്ഷെ പ്രശ്നം എന്താ? നമ്മളിവിടെ ഇന്നൊരു പരിപാടി ഇവിടെ നടന്നല്ലോ. ബാലമാഷിന്റെ പ്രശ്നം നല്ല പ്രസംഗമായിരുന്നു, നല്ല കണ്ടന്റ് അതിനകത്തുണ്ട്. പക്ഷെ അദ്ദേഹം 1 മണിക്കൂറോളം സുരേഷ് ബാബു സാറ് 1 മണിക്കൂറോളം 1.5 മണിക്കൂർ ഞാൻ ഇത്ര നേരം സംസാരിച്ചു. ഇത്രയും നേരം ഇത് കേട്ടിരിക്കാൻ ഒരു ജൻസി തലമുറയുടെ ഇരിക്കലാണ്. ഞാൻ ഇപ്പോൾ 10 മണിക്ക് തുടങ്ങിയല്ലേ, നമ്മൾ ഇത്രയും നേരമായില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരുന്ന് അറിയോ? നിങ്ങളും ഞാനും, ഞാൻ
ജനറേഷൻ എക്സ് ആണ് കേൾക്കുന്നത്, നിങ്ങൾ ഭൂരിപക്ഷവും ജനറേഷൻ എക്സും വൈയും ആണ്, അതുകൊണ്ടാണ് കേട്ടത്. ഇവിടെ നിങ്ങൾ ജൻസി ആണെങ്കിൽ ഈ 10 മണി ഇത്രയും നേരം നീണ്ട ഒരു പ്രഭാഷണം അത് എന്ത് കണ്ടന്റ് ഉണ്ട് എന്ന് പറഞ്ഞാലും കേൾക്കില്ല അല്ലെ. അപ്പൊ നമ്മുടെ ലൈബ്രറിയിൽ കമ്മ്യൂണിറ്റി ഹബ്ബ് എന്ന രൂപത്തിൽ നമ്മളൊരു പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ, ശില്പശാലകൾ സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ രൂപഭാവങ്ങളിൽ മാറ്റം വരുത്താം. ഞങ്ങള് പഴശ്ശി ലൈബ്രറിയിലൊക്കെ പണ്ട് മുതലേ നമ്മൾ ചെയ്തിരുന്നൊരു കാര്യമുണ്ട്. ഞങ്ങള് ഈ സ്വാഗതം, പിന്നെ നന്ദി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഞങ്ങൾ അവിടെ പരിപാടിക്ക് ലൈവ് ആവാൻ വേണ്ടി ചെയ്ത കാര്യമുണ്ട്. ആമുഖവും പ്രഭാഷണം. ഒരാൾ പ്രഭാഷണം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഒരു ആമുഖം ഉണ്ടാവും, ആ പ്രഭാഷണം. നന്ദിയില്ല, ഈ ആമുഖം ചെയ്ത ആള് തന്നെ, ആ അധ്യക്ഷനാണ് ആമുഖം പറയാ, അധ്യക്ഷൻ തന്നെ പറയും. എന്തിനു വേണ്ടിയാ? പരിപാടികളുടെ ഒരു പിന്നെ കാലത്തിനനുസരിച്ചിട്ട് പരിപാടികൾ ഒരു മാറ്റം. കണ്ടന്റ് എന്തുണ്ടെന്നുള്ളതല്ല, അങ്ങനെ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ കമ്മ്യൂണിറ്റി ഹബ്ബായിട്ട് ധാരാളം പരിപാടികളെ സംഘടിപ്പിക്കണം. എന്ത് പരിപാടി സംഘടിപ്പിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഞങ്ങൾ ഈ അടുത്ത് സംഘടിപ്പിച്ചൊരു പരിപാടി എന്താ അറിയാം നിങ്ങൾക്ക്? ഞങ്ങള് ഫിലിം ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലാണ് സംഘടിപ്പിച്ചത്. വലിയ ആൾക്കൂട്ടമാണ്. എങ്ങനെ സംഘടിപ്പിച്ചത്? ഒന്ന് കേരളത്തിൽ മുഴുവൻ ഷോർട്ട് ഫിലിമുകൾ ക്ഷണിച്ചു, വലിയ പൈസയൊക്കെ വെച്ചു. ഈ ഷോർട്ട് ഫിലിം വീക്ഷിക്കാനുള്ള കമ്മിറ്റി, ആ ലൈബ്രറിയിലെ കുറെ ജൻസീനെയൊക്കെ ഉൾപ്പെടുത്തിയ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അപ്പൊ ആവേശത്തോടെ 48 ഷോർട്ട് ഫിലിമുകൾ വന്നു. അവര് കുത്തിയിരുന്ന്, അവരോട് നമ്മളുണ്ട്, അവർ കുത്തിയിരുന്ന് ഈ 48 ഫിലിമുകൾ കണ്ടു. അവർക്ക് ഭയങ്കര ഷോർട്ട് ഫിലിമിനോട് വലിയ താല്പര്യം അവർക്കുണ്ട്. ഇപ്പോഴത്തെ തലമുറ ഷോർട്ട് റീലിനോട് വലിയ താല്പര്യമുണ്ട്. അവരത് കണ്ടു. അതിൻ്റെ അന്ന് 10 തെരഞ്ഞെടുത്തു. ആ 10 നമ്മൾ സിനിമാ സ്റ്റാക്കീസിൽ കൊണ്ടുപോയി പ്രദർശിപ്പിച്ചു. അത് കാണാൻ വേണ്ടി ആളുകളോട് പറഞ്ഞു. നല്ല ആൾക്കാർ വന്ന് വമ്പനൊരു പരിപാടിയായിരുന്നു. അതിൽ ഈ പറയുന്ന തലമുറയുടെ, പുതിയ തലമുറയുടെ വലിയൊരു പങ്കാളിത്തം അതിന്റെ സംഘാടനത്തിനും മറ്റുമായിട്ട് ലഭിച്ചു. എന്തുകൊണ്ടാണ്? അതൊരു ഷോർട്ട് ഫിലിമുമായി ബന്ധപ്പെട്ട്. കാരണം അവരുടെ മനസ്സിലുള്ള സംഭവമാണ് ഷോർട്ട് ഫിലിം എന്നുള്ളത്. അവർ ആഗ്രഹിക്കുന്നുണ്ട് ഷോർട്ട് ഫിലിമുകളും റീലുകളും. ഒരു ഷോർട്ട് ഫിലിം റീലുകൾ നിർമ്മാണ ശില്പശാല നടത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കമ്മ്യൂണിറ്റി ഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതലേ നമ്മൾ നടന്ന സാംസ്കാരിക പ്രവർത്തനങ്ങളാണ് സാങ്കേതികമായിട്ട് കമ്മ്യൂണിറ്റി ഹബ്ബായിട്ട് ലൈബ്രറി മാറുക, പലതരത്തിലുള്ള ചർച്ചകൾ, സംവാദങ്ങൾ ഇതൊക്കെ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് എന്ത് പരിപാടി, ഏത് രൂപത്തിൽ എന്നുള്ളതിലാണ് നമ്മൾ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഇത്തരത്തിലുള്ള ഇങ്ങനെ ഞാൻ കൂടുതൽ നീട്ടി പറഞ്ഞില്ല. 12 മണിയായി. ഒരു ചെറിയ ഒരു ഡിസ്കഷൻ കൂടി നടത്തിയതിനു ശേഷം എനിക്ക് എന്തായാലും 3 മണിക്ക് മുമ്പ് വയനാട്ടിൽ എത്തേണ്ടതുകൊണ്ട് ഞാൻ 12:45 ഇവിടെ നിന്ന് കൂടി ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്ന ആശയം ഇതാണ്. നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്, ഒരു കാലഘട്ടത്തിൽ എന്തിനാളുകൾ ലൈബ്രറിയിൽ വന്നു, എന്ത് ഉപയോഗത്തിന് വേണ്ടി? അവർ ഉപയോഗത്തിന് വേണ്ടി വന്നു, നമ്മൾ ചിന്തിക്കണം എന്ത് ഉപയോഗത്തിന് വേണ്ടി. അവർ ഉല്ലാസത്തിന് വേണ്ടി വന്നു, നമ്മൾ ചിന്തിക്കണം എന്ത് ഉല്ലാസമാണ് അവർക്ക് അവിടെ കിട്ടിയത്. ഉത്കർഷത്തിന് വേണ്ടി എന്തായിരുന്നു ഉത്കർഷം? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ തലമുറയുടെ ആവശ്യം എന്തെന്ന് തിരിച്ചറിയണം. ഇന്നത്തെ തലമുറയും ഉപയോഗത്തിന് വേണ്ടി ലൈബ്രറിയിൽ വരും. എന്താണ് ഉപയോഗം? ഇന്നത്തെ തലമുറയ്ക്ക് ലഭിക്കാനുള്ള എന്താണ് നിങ്ങളുടെ ലൈബ്രറിയിൽ നിന്ന്? നിങ്ങളുടെ ലൈബ്രറി അത് ഒരുക്കേണ്ടി വരും. അതൊരു പക്ഷേ ഇത്തരത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന പ്രോഗ്രാമുകളായിരിക്കാം. അത് നിങ്ങൾ ഒരുക്കേണ്ടി വരും. അല്ലാതെ ഇപ്പോഴും പഴയ കുറെ റെഫറൻസ് ഗ്രന്ഥങ്ങളും വെച്ച് കേരളത്തിലെ എല്ലാ ലൈബ്രറികളും റെഫറൻസ് ഗ്രന്ഥങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് വിചാരിച്ചിരുന്നാലൊന്നും ആള് വരില്ല. അതേസമയം ലൈബ്രറി എന്ന് പറയുന്ന അറിവ് ഏത് രൂപത്തിലായിക്കോട്ടെ, അത് നിങ്ങൾ വായന ബുക്കിന്റെ രൂപത്തിൽ തന്നെ നടക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മളത് മനസ്സിലാക്കണം. വായന ബുക്കിൽ തന്നെ വായിക്കണമെന്നൊന്നുമില്ല. നമ്മൾ പറയുമോ ബുക്ക് തുറന്ന് വായിച്ചിരുന്ന ആ ഒരു കാലത്ത് അങ്ങനെയൊന്നും വേണമെന്നില്ല. അതൊക്കെ പണ്ട് ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ കണ്ടുപിടിച്ചപ്പോൾ അതിനെ വിമർശിച്ച ആളുകളാണ് നമ്മുടെ മുൻ തലമുറക്കാർ. കാരണം അതിനു മുമ്പ് എന്താണ്? അതിനു മുമ്പ് നിങ്ങൾക്കൊരു വിവരം വേണമെങ്കിൽ നിങ്ങൾ ലൈബ്രറിയിൽ പോയി ആ ബുക്ക് നോക്കി എഴുതിയെടുക്കുമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ കണ്ടുപിടിച്ചത്. അന്നത്തെ പ്രധാനപ്പെട്ട ചിന്തകൻ, അന്നത്തെ അദ്ദേഹത്തിന്റെ പേരും ഓർമ്മയില്ല, അദ്ദേഹത്തിന്റെ ചിന്തകൻ അതിനെ വിമർശിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞത്? അതിനു മുമ്പുള്ള പ്രക്രിയ എന്താ? നിങ്ങൾ ബുക്ക് നോക്കി എഴുതുമ്പോൾ നിങ്ങൾ ബുദ്ധിപരമായ ഒരു വ്യായാമം നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വലിയൊരു വ്യായാമത്തെ മനുഷ്യനെ മടിയനാക്കാനാണ് ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ സഹായിക്കുക എന്നാണ് അയാൾ വിമർശിച്ചത്. പക്ഷേ ഫോട്ടോസ്റ്റാറ്റ് അതാണോ സഹായിച്ചത്? അറിവിനെ കൂടുതൽ വിപുലീകരിക്കാനല്ലേ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ സഹായിച്ചത്? അച്ചടി, ലോകത്തിലെ ജനാധിപത്യ വിപ്ലവം കൊണ്ടുവന്ന അച്ചടിയല്ലേ, ഗുട്ടൻബർഗിന്റെ അച്ചടിയല്ലേ പിന്നെ വ്യവസായ വിപ്ലവത്തിലേക്കല്ല, വ്യവസായ വിപ്ലവത്തിലേക്കും അതേപോലെ എന്താണ് നമ്മുടെ മതവുമായി ബന്ധപ്പെട്ട് യൂറോപ്പിലുണ്ടായ നവീകരണ നവോത്ഥാനത്തിലേക്ക് നയിച്ചത് പ്രധാന പങ്ക് വഹിച്ചത് അച്ചടിയല്ലേ. അപ്പൊ നമ്മൾ പറയണം അച്ചടി കണ്ടുപിടിച്ചയാൾ മനുഷ്യരാശിക്ക് ദോഷമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ട്. അപ്പോൾ വായന ഏത് രൂപത്തിൽ എന്നുള്ളതല്ല, ഏത് രൂപത്തിലാണെങ്കിലും അറിവ്, ഉൽപ്പാദിപ്പിച്ച അറിവ്, ആളുകളുടെ മൂല്യങ്ങൾ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അത് കൊടുക്കണമെങ്കിൽ ചില മാറ്റങ്ങൾ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ അപൂർവം പബ്ലിക് ലൈബ്രറികളിൽ ഒന്നാണ്. അപ്പം അതിന് സാഹചര്യമുണ്ട്. കാരണം കുട്ടികൾ മാനന്തവാടി പ്രദേശത്ത് പാലൽ കോളേജിൽ ഇഷ്ടം പോലെയുണ്ട്. ആ പാലൽ കോളേജിലെ കുട്ടികൾക്ക് ബുക്ക് മാറ്റണമെങ്കിൽ 10 മണിക്കാണല്ലോ കോളേജ് തുറക്കുക. അപ്പൊ അവർക്കന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാഹിത്യകൃതികളൊക്കെ വേണമെങ്കിൽ
പ്രത്യേകിച്ച് മലയാളം ആണ് അന്ന് മാനന്തവാടി നഗരത്തിൽ കൂടുതലായിട്ടുണ്ടായിരുന്ന പാൽ കോളേജുകളിലെ ഒരു സബ്ജക്റ്റ്. അപ്പോൾ ആ ബുക്കുകൾ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് രാവിലെ ആക്കിയതോടുകൂടി ഈ കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു സമയമായിട്ട് മാറി എന്നുള്ളതാണ്. രാവിലെ 8 മണി മുതൽ, പിന്നീട് പടിപടിയായിട്ടാണ്. ആദ്യഘട്ടത്തിൽ 8 മണിയായിരുന്നു, ഇപ്പോൾ 8 മണി മുതൽ രാത്രി 8 മണി വരെയാണ്. സമയമാറ്റം ആ ലൈബ്രറിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അത് ആ നഗരത്തിന്റെ ആവശ്യമായിട്ട്, ഇവിടെ ഇത് പ്രായോഗികമാണെന്നില്ല, നഗരത്തിന്റെ ആവശ്യമായിരുന്നു. അപ്പൊ അതനുസരിച്ച് പിന്നെ ജോണി ഡൂയി ഡെസിമൽ സിസ്റ്റം ആദ്യമായിട്ട് കേരളത്തില് പിന്നെ കൊണ്ടുവന്ന പബ്ലിക് ലൈബ്രറികൾ, അതിന് കുറെ കാലത്തെ ആവശ്യത്തിന് ശേഷമാണ് ഡൂയി ഡെസിമൽ സിസ്റ്റം. ഇന്ന് അതിനൊന്നും ആവശ്യമില്ല, പല പല സോഫ്റ്റ്വെയറുകളും ഉണ്ട്. ഡൂയി ഡെസിമൽ സിസ്റ്റത്തില് തിരുവനന്തപുരത്ത് വെച്ച് ചേർന്ന ഒരു ശില്പശാലയിൽ ഞങ്ങൾ കുറച്ചുപേര് പങ്കെടുത്തു. അന്ന് കേരളത്തിലെ 2 ലൈബ്രറികളാണ് ആദ്യമായിട്ട് ഡൂയി ഡെസിമൽ സിസ്റ്റം കാറ്റലോഗിംഗ് ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. അതൊന്ന് പഴശ്ശി ലൈബ്രറി, ഒന്ന് അമ്പലപ്പുഴ PK മെമ്മോറിയൽ ലൈബ്രറിയാണ് ആദ്യമായിട്ട് മാറിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ഒരു ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ, പിന്നീട് കോഹ സോഫ്റ്റ്വെയറിലേക്ക് മാറുമ്പോൾ ഈ ഡൂയി ഡെസിമൽ സിസ്റ്റത്തിലേക്ക് ക്ലാസിഫിക്കേഷൻ കാറ്റലോഗിംഗ് നടന്നുകൊണ്ട്, വർഗീകരണങ്ങൾ നടന്നുകൊണ്ട് നമുക്കതിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത് എളുപ്പം ആയി എന്നതാണ്. ഈ കേരളത്തിലെ ലൈബ്രറി കേരള ഗ്രന്ഥശാല സംഘം കോഹ സോഫ്റ്റ്വെയറിനെ ചിന്തിക്കുന്നതിന് മുൻപ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് പുസ്തക വിതരണം നടത്തിയിരുന്ന ലൈബ്രറിയാണ് അത്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ തലമുറ വായിക്കാൻ വരുമ്പോൾ നിങ്ങൾ വേറൊരു പ്രത്യേകത നിങ്ങൾ കണ്ടില്ല, അവർ വായിക്കും. ഉദാഹരണമായിട്ട് ഇപ്പോൾ അഖിൽ P. ധർമ്മജന്റെ ബുക്ക് ശ്രദ്ധിക്കപ്പെട്ടല്ലോ. ഉടനെ ഞങ്ങളെ ലൈബ്രറി ചെയ്ത് എന്താണ്, അതിന്റെ 4 കോപ്പി വരുത്തി പ്രചരണം നടത്തി. 4 കോപ്പി നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ട്. അഖിൽ P. ധർമ്മജന്റെ പിന്നെ ബുക്ക് റാം കെയർ ഓഫ് ആനന്ദി ശ്രദ്ധിക്കപ്പെടുന്ന എന്ന് മനസ്സിലായതോടെ 4 കോപ്പി നമ്മൾ ലൈബ്രറിയിൽ വെച്ച് പരസ്യം കൊടുത്തു. ആ ബുക്കിന് വേണ്ടി അവിടെ അടിയായിരുന്നു, 4 കോപ്പി ആയിട്ട് പോലും അതിനടിയായിരുന്നു. അതേപോലെ തന്നെ മോഹൻ ഒരിക്കൽ എന്ന് പറയുന്നൊരു ബുക്ക്, നിന്നെ തേടിയുള്ള പ്രണയം, അങ്ങനെയുള്ള ബുക്കുകളൊക്കെ. അപ്പൊ നമ്മൾ ഈ പിന്നെ അങ്ങനെ ചില എന്താണോ നമ്മുടെ പുതിയ തലമുറ വായിക്കുന്നത് ആ ബുക്കുകൾ കൊണ്ടുവരേണ്ടി വരും എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ധാരാളം ഉപസമിതികൾ നമ്മൾ ഉപയോഗിച്ചു. ആ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ വിജയിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ ലൈബ്രറി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. എന്തായാലും അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ കാലഘട്ടത്തിലെ തലമുറക്ക് ആവശ്യമായത് എന്താണോ അത് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നടത്തിയ ചില മാറ്റങ്ങൾ, ആ മാറ്റങ്ങളാണ് ആ ലൈബ്രറിയെ മുന്നോട്ട് നയിച്ചത്. അതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ നേരത്തെ ഞാൻ പറയുമ്പോൾ സൂചിത വാക്കുണ്ട്, കേരളത്തിൽ ഇത്രയധികം ഫണ്ട് കിട്ടിയിട്ട് പോലും കേരളത്തിലെ ലൈബ്രറികളെ ഈ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ കേരള ഗ്രന്ഥശാല സംഘത്തിന് കഴിയാതെ പോയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ സൂചിപ്പിച്ചായിരുന്നു. ആശയം ഇതാണ്, നമ്മളവിടെ പ്രാദേശികമായിട്ട് വരുമാനം കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞു. കാരണം നമ്മൾ ഒരു ലൈബ്രറി കെട്ടിടം ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ താഴെ 3-4 കടമുറികൾ വാടകയ്ക്ക് വേണ്ടി ചിന്തിച്ചു. പിന്നെ അതിന്റെ ഒരു വരിസംഖ്യ ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്നു. അതിന്റെ വരിസംഖ്യ വർഷം കിട്ടുന്ന വരിസംഖ്യയൊക്കെ വലുതാണ്. കാരണം കൂടുതൽ ആളുകൾ വന്നപ്പോൾ കൂടുതൽ വരിസംഖ്യ കിട്ടി. അങ്ങനെ നമ്മൾ സാമ്പത്തികമായിട്ട് കുറെ കൂടി സുരക്ഷിതത്താണ്. ആ ഒരു സാമ്പത്തിക ഭദ്രതയും പ്രാദേശികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഇന്നത്തെ ലൈബ്രറിയിൽ ഉണ്ടാവും. പക്ഷെ അതോടൊപ്പം നമ്മൾ കാണേണ്ടത്, ഈ കഴിഞ്ഞൊരു 10 വർഷത്തിൻ്റെ ലൈബ്രറികളുടെ ഗ്രാന്റ് വല്ലാതെ നല്ലോണം വർദ്ധിച്ചിട്ടുണ്ട്. ലൈബ്രറികളുടെ പ്രവർത്തനത്തിന് ഫണ്ട് തരുന്നുണ്ട്. നിലവിലെ നമ്മുടെ ലൈബ്രറി വാങ്ങിക്കുന്ന പുസ്തകങ്ങളിൽ കുറച്ച് പൈസ മാറ്റിവെക്കണം എന്നുള്ള ആവശ്യം ഞങ്ങൾ പറയണം. ഇങ്ങനെ പെട്ടെന്നുള്ള ലൈബ്രറി ഗ്രാന്റ് കിട്ടുമ്പോൾ ഒരുമിച്ച് വാങ്ങിക്കണം എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഞങ്ങളന്ന് ഒരു മീറ്റിംഗിൽ ഞങ്ങളടക്കം ആവശ്യപ്പെട്ടത്, ഇപ്പോൾ ഒരു 50,000 രൂപയാണ് രേഖയുടെ ലൈബ്രറിക്ക് പുസ്തകത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 50,000 ബുക്ക് അന്ന് തന്നെ വാങ്ങിക്കാൻ വേണ്ടി പറയരുത്. ആ 50,000-ൽ കുറച്ച് ബുക്ക് എന്ത് ചെയ്യണം, പൈസ മാറ്റി വെക്കണം. ആ വർഷം മുഴുവൻ ഇതേപോലുള്ള സന്ദർഭങ്ങൾ, അങ്ങനെയൊക്കെ നമുക്ക് ഈ പ്രശ്നത്തെ മറികടക്കാൻ കഴിയുള്ളൂ. ഈ ബുദ്ധിമുട്ടുകളൊക്കെ സാറ് പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ തന്നെയാണ് അംഗീകരിക്കുന്നത്. ക്കുള്ള എല്ലാ ഉത്തരങ്ങളുള്ള ഒരു വ്യക്തിയൊന്നുമല്ല, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് ഞാൻ. അതായത് നിങ്ങളടുത്ത് ഇവിടെ എന്നെ ക്ഷണിച്ചതിലും ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. എനിക്ക് 3 മണിക്ക് മാനന്തവാടിയിൽ തിരിച്ചെത്തേണ്ടതുകൊണ്ട് ഞാൻ നേരത്തെ പോകും. നമ്മൾ അനുഭവിക്കുന്നത്, നമ്മളെല്ലാവരും ഗ്രന്ഥശാല പ്രവർത്തകരാണ്. അപ്പം നമ്മൾ ഗ്രന്ഥശാലയുടെ തലങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവിടെ പലപ്പോഴും പല ലൈബ്രറിമാരും, സ്റ്റേറ്റ് ലൈബ്രറിമാരും, സുകുമാരൻ നായരെ പോലെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ലൈബ്രറിമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ലൈബ്രറി കൗൺസിലിന് കാറ്റലോഗിംഗ് ക്ലാസിഫിക്കേഷന്റെ ഒക്കെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. ബോധ്യപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്, ഒരു രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരാണ് ഇതിന്റെ മുകളിലേക്ക് വരുന്നത്. അക്കാദമിക രംഗത്ത് നിന്നുള്ള ആളുകൾ കുറവാണ്. ഇത് രണ്ടും ഒരുമിച്ച് പോകേണ്ടതാണ്. ലൈബ്രറി എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഹബ്ബ് മാത്രമല്ല, അതൊരു വിജ്ഞാനം സൂക്ഷിക്കുന്ന ഒരു ഇടം കൂടിയാണ്. ഇത് രണ്ടും കൂടി നമ്മൾ നല്ലോണം മനസ്സിലാക്കി നമ്മൾ ഈ തലങ്ങളിലെത്തുമ്പോൾ ഇത്തരത്തിലുള്ള നോളജ് വർക്കറായിട്ട് ഓരോ ലൈബ്രറി പ്രവർത്തകരും മാറാനുള്ള പദ്ധതികൾ,
പ്രാദേശിക ഇൻഫർമേഷനുകൾ ഡിജിറ്റലൈസേഷനുള്ള ആക്ടിവിറ്റികൾ, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ, ഇത്തരത്തിലുള്ള ഇപ്പൊ പബ്ലിക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് സാർ, അതിനെ കുറിച്ച് പറയുക, അത് പൂർത്തിയാക്കേണ്ടതിന്റെ സമ്മർദ്ദം ഇത് നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഒരേ സമയം ഒരു വിജ്ഞാന കേന്ദ്രമായിട്ടും ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ടും നമ്മുടെ ലൈബ്രറികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. നന്ദി.